ഇന്ന് നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡിയുടെ അവസാനത്തെ സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പത്യോപദേശം, അതായത് അപ്പോസ്തോലിക ഉപദേശം. അപ്പോസ്തലന്മാരെന്താണ് എല്ലാ സഭകളും പഠിക്കണം എന്നാഗ്രഹിച്ച് എഴുതിയത്, ആ ലേഖനങ്ങളിലെ പ്രതിപാദ്യം എന്താണ്, ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും സംസാരിച്ചത്. നമുക്ക് ഈ അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ ആ എഗ്രിമെൻ്റ് കാണാൻ വേണ്ടി 2 പത്രോസിൻ്റെ ലേഖനത്തിൽ അവസാനത്തെ ഒരു പാരഗ്രാഫ്, ഒരു പാസേജ് നമുക്ക് വായിക്കാം. ഞാൻ വായിക്കാം. 2 പത്രോസിൻ്റെ 3-ാം അധ്യായത്തിൽ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, 14-ാം വാക്യം, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കാൻ അവൻ നിങ്ങളെ കളങ്കവുമില്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ. അടുത്ത വാക്യം, അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ പത്രോസ് പറയാണ്, ഇത് തന്നെയാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. എല്ലാം നമ്മുടെ പ്രത്യാശയെക്കുറിച്ചാണ്. അപ്പോൾ അപ്പോസ്തലന്മാരൊരു സഭയിൽ ഉപദേശം സ്ഥാപിക്കാൻ വേണ്ടി എല്ലാ സഭകൾക്കും എഴുതുമായിരുന്നു. ആ പൗലോസാണ് ഏറ്റവും കൂടുതൽ എഴുതിയേക്കുന്നത്. അത് നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഓൾറെഡി അവിടെ എന്തുണ്ട്? ഈ പൗലോസിൻ്റെ ലേഖനങ്ങൾ അവർ വായിച്ചിട്ടുണ്ട്. അപ്പോൾ പൗലോസിൻ്റെ ലേഖനങ്ങൾ ഓൾറെഡി ഇൻ സർക്കുലേഷനാണ്. ആ സമയത്താണ് പത്രോസ് ഇത് എഴുതിയിട്ട് ഇതൊന്നും കൂടി ഉറപ്പിക്കുന്നത്. പത്രോസ് എന്തിനാണ് അത് ഉറപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറയുന്ന കള്ളപ്രവാചകന്മാർ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കള്ളപ്രവാചകന്മാർ ജനത്തിൻ്റെ ഇടയിൽ കയറും. അതെപ്പോഴും ഉള്ളതാണ്, ഈ അകത്ത് കയറി വരിക എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നറിയാമോ? നാശകരമായ ദുരുപദേശങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവിടെ എഴുതിയിരിക്കുന്ന 3-ാം വാക്യത്തിൽ പറയുന്നത്, അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. ഇതാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനുഷ്യരെന്ന് പറയുന്നൊരു കച്ചവട മെറ്റീരിയലായിട്ട് മാറുവാണ്. ഇപ്പോൾ ഒരു ഇൻഷുറൻസുകാരനൊരു വീട്ടിൽ ചെല്ലുമ്പം അവർ കാശുള്ളവരുടെ വീട്ടിലാണോ കാശില്ലാത്തവരുടെ വീട്ടിലാണോ ഇൻഷുറൻസ് ഏജൻറ്റ് പോകുന്നത്? കാശുള്ളവരുടെ വീട്ടിലാണ്. കാരണം അവിടെയാണ് വാണിഭം കൂടുതൽ നടക്കുന്നത്. ഒരു പാസ്റ്റർക്ക് കാശുള്ള ഒരു വിശ്വാസി വരുന്നതാണോ കാശില്ലാത്ത വിശ്വാസി വരുന്നതാണോ ഇഷ്ടം? പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഏതിനാ ഇഷ്ടം? വൻമരങ്ങളെ വെട്ടി വീഴ്ത്താനല്ലേ നടക്കുന്നല്ലേ? വൻമരങ്ങൾ വന്നാൽ എന്താ പ്രയോജനം? ദശാംശം കൂടുതൽ കിട്ടും, ചർച്ചിൻ്റെ പണി നടക്കും. ഒട്ടകങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് അപ്പോൾ ഈ ഒട്ടകങ്ങൾ വരാൻ വേണ്ടി നമ്മുടെ ചർച്ചിൻ്റെ സൂചിക്കുഴ വലുതാക്കി വെച്ചിട്ട്, അപ്പം അതിലെ നമ്മളെപ്പോലുള്ള കൊതുകുകളൊന്നും കയറി ആരും അറിയത്തില്ല. ഒട്ടകങ്ങൾ വന്നാൽ പെട്ടെന്ന് അറിയും. അപ്പോൾ അവരെയും കൊണ്ടാണ്. അപ്പം വാണിഭമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇത് വേറൊരു ശബ്ദം, എനിക്ക് 2-3 ശബ്ദങ്ങളുണ്ട്. വാണിഭമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടത്തിന് നല്ല സാധ്യത, ഈ ദുരാഗ്രഹം വെച്ച് കച്ചവടം ചെയ്യാൻ ഏറ്റവും നല്ലത് ബൂർഷകളാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ളവരാണ് സഭയിൽ വരേണ്ടത്. ഈ ചില ആൾക്കാർ ജീവിതം തുടങ്ങുമ്പോൾ മുതൽ ജീവിതം തീരുന്നവരെയും കരഞ്ഞുകൊണ്ടിരിക്കും. വിടുതലില്ല ബ്രദറെ, ഒരു വിടുതലില്ല ബ്രദറെ. എത്ര വർഷമായെന്നറിയോ? ഒരമ്മച്ചി ഞങ്ങളുടെ വീട്ടിൽ വന്നു, മല്ലപ്പള്ളിയിൽ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഒരു അമ്മച്ചി വീട്ടിൽ വന്നിട്ട്, ചെറുപ്പം തൊട്ട് ഒരു പെന്തക്കോസ്ത് ചർച്ച് വർഷിപ്പ് ചെയ്യുന്ന ആളാണ്. അവരെന്നോട് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ തലയിൽ കവിച്ചു പോയി. ചെറുപ്പം തൊട്ട്. അപ്പം അമ്മച്ചി എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു 80-90 വയസ്സുണ്ട്. അവർ ഒരു 20-25 വയസ്സിൽ രക്ഷിക്കപ്പെട്ട ചർച്ചിൽ പോകുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടകാലമാണ്. ഒരു വീട് വെക്കാൻ നോക്കി ഞങ്ങൾ സ്ഥലം വാങ്ങിച്ച് കിളച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മുഴുവൻ പാറയാണ്. അത് പൊട്ടിച്ചെടുത്തപ്പോഴേക്കും ഞങ്ങൾക്ക് പിന്നെ വീട് വെക്കാനുള്ള കാശില്ല, പിള്ളേരൊന്നും ഒരു ഗതിയിലെത്തിയിട്ടില്ല. അത് അത്രയും പറഞ്ഞു, ഞാനിത് പറഞ്ഞെന്നേ ഉള്ളൂ. ദൈവം വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ ശക്തനാണ്. അവൻ എനിക്കൊരു വീട് തരാതിരിക്കില്ല. 85 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നാളും ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് വിശ്വസിച്ചിരിക്കുന്നതും വിശ്വാസം എന്ന് വിചാരിച്ചിരിക്കുന്നതൊക്കെ ഇവിടെ ഈ വീട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇപ്പോഴും കോൺഫിഡൻസാണ്. ഒരു വീട് വെച്ചിട്ട് വേണം അതിനകത്ത് കയറി കിടന്നൊന്ന് മരിക്കാൻ. മരിക്കുന്നതിന് മുമ്പ് ഒരു വീട് വെച്ച് സ്വന്തം വീട്ടിൽ കിടന്ന് ഒന്നും ശ്വാസം വിടാം. ശ്വാസം വിട്ട് അടുത്ത ശ്വാസം എടുത്തില്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. സ്വന്തം വീട് പണിത് അതിനകത്ത് ശ്വാസം വിടുന്നു. എൻ്റെ പ്രശ്നം വീട് പണിയുന്നതല്ല,
അവരിത്രയും നാളും വിടുതൽ കിട്ടാൻ വേണ്ടി എത്ര പ്രവാചകന്മാരെ കണ്ടു, എത്ര പാസ്റ്റർമാരെ കണ്ടു കാണും 60 വർഷത്തിനുള്ളിൽ. എത്ര പൈസ മുടക്കി കാണുമായിരിക്കും. അവസാനം കിട്ടിയ വിശ്വാസം എന്താ? സ്വർഗത്തിൽ പോകുന്നല്ല, ജീവിച്ചിരിക്കുമ്പോൾ ഞാനൊരു വീട് പണിത് അതിനകത്ത് കയറിയിരിക്കും, അത് കഴിഞ്ഞ് മരിച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ഇവർ ആ മുകളിലത്തെ ലോകം, നിത്യമായ ലോകം, തേജസ്സിൻ്റെ ലോകം കണ്ടിട്ടേ ഇല്ലെന്ന് മാത്രമല്ല, ഈ 60 വർഷം ചർച്ച ഇരുന്നിട്ട് അവർക്കിത് മനസ്സിലായിട്ടുമില്ല. ഇതൊരു സഭയുടെ കഥയല്ല. നമ്മൾ നാട്ടിൻപുറത്തേക്ക് അങ്ങ് ഇറങ്ങി ചെന്നാൽ മിക്കവാറും എല്ലാ സഭകളുടെ അവസ്ഥ ഇതാണ്. ഒരിക്കലും വരാത്ത ഏതോ വിടുതലിന് വേണ്ടി കാശ്. അപ്പം വാണിഭം ആരാ? വാണിഭം ആരെയും കൊണ്ടാണ് വാണിഭം ചെയ്യുന്നത്? ഇപ്പം നിങ്ങൾ കേട്ടില്ലേ അജൽ ബ്രദർ പറഞ്ഞത്, സിറിയയിൽ പോയി അവിടെ വാണിഭം ചെയ്യാൻ ആരുമില്ല, ഇവരുടെ കയ്യിലുള്ള കാശെടുത്ത് ചായ മേടിച്ചു കൊടുക്കണം. ഇതാ ഇപ്പോൾ ഇവിടെ വന്ന റിൻസൺ ബ്രദർ, അദ്ദേഹം ഈ അജലിൻ്റെ കൂടെ സിറിയയിൽ സെർവ് ചെയ്യുന്ന ആളാണ്. 5 പൈസ ഇങ്ങോട്ട് കിട്ടാനില്ല, അങ്ങോട്ട് കൊടുക്കത്തേ പറ്റൂ. വാണിഭമാക്കാൻ പറ്റത്തില്ല, നമ്മളില്ലാതായി പോയുള്ളൂ. അപ്പോൾ എന്തിനാ പോകുന്നത്? അത് കർത്താവിനെ ഓർത്ത് പോകുന്നത്, കർത്താവിൻ്റെ കമ്മീഷൻ കാരണമാണ് പോകുന്നത്. അത് ജീവൻ തിരിച്ചു കിട്ടും, ജീവനോടെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ല പോകുന്നത്. അപ്പോൾ അന്ത്യകാലത്ത് കള്ളപ്രവാചകന്മാർ വരുമ്പോൾ അവർ നല്ല കച്ചവടം നിങ്ങളെ വെച്ച് ചെയ്യുമെന്ന് പൗലോസ് നേരത്തെ പറഞ്ഞിരുന്നു. അവർ ഈ രുദ്രാക്ഷ മഹാത്മ്യം എന്ന് പറഞ്ഞ് പണ്ട് സഞ്ജയൻ എഴുതിയൊരു പുസ്തകം, ഒരു കഥ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ അത്? രുദ്രാക്ഷ മഹാത്മ്യം 1987 7ാം ക്ലാസ് പുസ്തകത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ DC ബുക്സ് അതെല്ലാം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഒന്ന് വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. പണ്ട് പഠിച്ചൊക്കെ എന്താണെന്ന് ഓർമ്മിക്കാം. അതുകൊണ്ട് ഇവരെ കടൽ തീരത്തോടെ നടക്കുമ്പം കുറച്ച് രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു തരത്തിലുള്ള ചെടിയുടെ കായാണ്. ഇത് കുറേ എണ്ണം കിടക്കുന്ന കണ്ട് ഇവരിത് പറക്കിയെടുത്തുകൊണ്ട് വന്നു. ഒരു ചാക്കുണ്ടായിരുന്നു, ആരോ ഇട്ടിട്ട് പോയതാണ്. ഇവരിത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്, ഇതും കൊണ്ട് നമുക്ക് മുതലാളിമാരാകാം. അപ്പോൾ അവർ ഇത് ചുമ്മാ സാധാരണ രുദ്രാക്ഷം കൊണ്ട് ഇത് ആർക്കും ഇതും കൊണ്ട് എങ്ങനെ മുതലാളിയാകുന്നത്? അപ്പോൾ ഒരുത്തൻ പറഞ്ഞാൽ ആ ടെക്നിക്ക് വേണം. ഇത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പാഠപുസ്തകത്തിലെ കാര്യമുണ്ടോ? അപ്പോൾ അതിനകത്ത് അവർ പത്രത്തിലൊരു പരസ്യം കൊടുക്കുകയാണ്, ഞങ്ങളുടെ കയ്യിൽ അതീവ വിശേഷമുള്ള കുറച്ച് രുദ്രാക്ഷം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ആ രുദ്രാക്ഷം നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ധനനഷ്ടം ഇല്ലാതാകും, നിങ്ങളുടെ കടഭാരങ്ങൾ മാറും, നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകും, നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടും, നിങ്ങൾ എന്ത് ഉദ്യമിച്ചാലും അത് നിങ്ങൾ ജയിക്കും, ഈ രുദ്രാക്ഷം വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഈ കൂടെ ഉള്ളവൻ അത്രയും വിവരമില്ലായിരുന്നു. അയാൾ പറഞ്ഞു, ഇത് ഇങ്ങനെ വലിയ അബദ്ധമല്ലേ, നമ്മൾ ഇതും കൊണ്ട് അത് സംഭവിക്കും ഇത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇത് സംഭവിക്കണമെന്നില്ലല്ലോ. നമ്മളിപ്പോൾ അത് കൊടുത്ത് നമുക്ക് വെറും കടലിക്കെട്ടിൻ്റെ സൈഡിൽ കിടന്ന് കിട്ടിയ രുദ്രാക്ഷം എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ കള്ളവല്ലേ? അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവരെല്ലാം കൂടെ വന്ന് നമ്മളെ തല്ലിക്കൊല്ലില്ലേ? അന്നേരം പറഞ്ഞു, എടാ മണ്ട, നിനക്ക് മതം എന്താണെന്നറിയോ? നമ്മൾ ഈ രുദ്രാക്ഷം കൊടുക്കും, ആൾക്കാർ നല്ല വില കൊടുത്ത് ഇത് വാങ്ങിക്കും. ഈ വില കൊടുത്ത് വാങ്ങിക്കുന്ന 10 പേരിൽ 8 പേർക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ അവർ രുദ്രാക്ഷം വാങ്ങിക്കാൻ പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തോ പരിശ്രമിക്കുന്നതുകൊണ്ടാണ്. 2 പേർക്ക് അവരുടെ പരിശ്രമം സഫലമാവും 10 പേര് പരിശ്രമിക്കുമ്പോൾ. ആ 2 പേര് നമ്മുടെ പരസ്യം പറയും, ഞങ്ങൾ ഒരു ഗതിയും ഇഹഗതിയും ഇല്ലാതെ നടന്ന സമയത്താണ് രുദ്രാക്ഷം ഞങ്ങൾക്ക് കിട്ടിയത്. അതോടുകൂടി ഞങ്ങളുടെ ഹോട്ടലിൽ തിരിഞ്ഞാറാത്ത ഹോട്ടലിൽ ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ബഹളമാണ്. നല്ല മസാല ദോശ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ കസ്റ്റമേഴ്സ് പിന്നെ വന്നത്. ബാക്കിയുള്ള 8 പേരുണ്ടല്ലോ, അവർക്ക് പറ്റിയ അബദ്ധം ആരോടും പറയത്തുമില്ല. അതുകൊണ്ട് ഈ കിട്ടിയ 2 പേര് ഇത് പ്രസിദ്ധമാക്കിക്കോളും. ഇതിനെയാണ് നമ്മൾ വാണിഭം എന്ന് പറയുന്നത്. അവർ ഭയങ്കര മുതലാളിമാരായിട്ട് മാറുന്നതായിട്ടാണ് കഥയുടെ അവസാനം. ഇത് ബൈബിളിൽ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും 7ാം ക്ലാസ്സിൽ വെച്ച് തന്നെ ഗവൺമെൻറ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മളും പ്രായമാകുമ്പം ഇതേ ചുറ്റിക്കളിക്കകത്ത് പോയി ചാടും എന്നുള്ളതാണ് അതിലേറ്റവും വലിയ കോമഡി. അവർ വന്ന പ്രവചനം ഭയങ്കര അച്ചട്ടായിരുന്നു ബ്രദറെ എന്നാണ് പറയുന്നത്. ഭയങ്കര കൃത്യമായി പ്രവചിക്കും. ഞാനൊരു IPC ചർച്ച ചെന്നപ്പോൾ അവിടുത്തെ ഒരു പാസ്റ്റർ ചോദിച്ചു, പ്രവാചകന്മാരെക്കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞു, പ്രവാചകന്മാരെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്, എല്ലാ സഭയിലും പ്രവാചകന്മാർ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. പുള്ളി ചോദിച്ചു, അതല്ല ഇപ്പോൾ ഉള്ള പ്രവാചകന്മാരെക്കുറിച്ച് എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു, പാസ്റ്ററുടെ അനുഭവത്തിൽ ഒരു നല്ല പ്രവചനം എന്നോടൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു,
ഓക്കെ. കഴിഞ്ഞ ദിവസം പാസ്റ്റർ വരുന്നതിൻ്റെ തൊട്ട് ദിവസം, ഇത് ഉപവാസ പ്രാർത്ഥന കുറേ ദിവസം ഉണ്ടല്ലോ, തൊട്ട് മുൻപത്തെ ദിവസം ഇവിടെ പ്രസംഗിച്ച ഒരു പ്രവാചകനാണ്. അദ്ദേഹം വന്നൊരു പെൺകുട്ടിയുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നീ വളരെ നാളുകളായി ഒരു എക്സാം എഴുതി തോറ്റു വിഷമിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ പ്രാവശ്യം നീ ആ എക്സാം പാസ്സാകുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന പറയുന്നു. നിൻ്റെ കണ്ണിലെ കണ്ണുനീർ ഞാൻ എന്നേക്കുമായി തുടച്ചു മാറ്റിയിരിക്കുന്നു. അപ്പോൾ കണ്ണുനീർ എന്തായിരുന്നു? പാപത്തെക്കുറിച്ച് ഓർത്തല്ലായിരുന്നു, എക്സാമിനേഷന് തോറ്റു പോകണല്ലോ എന്നുള്ളതായിരുന്നു. ആ കണ്ണുനീര് ദൈവം മാറ്റിയിരിക്കുന്നു. അപ്പോൾ അന്ന് പിറ്റേ ദിവസം രാവിലെ റിസൾട്ട് വന്നു. ഈ കുട്ടി IELTS എക്സാം പാസ്സായി. അതിൻ്റെ ലഡു എനിക്ക് കിട്ടുകയും ചെയ്തായിരുന്നു. അപ്പം ഇതൊരു പ്രവചനം. എങ്ങനെയുണ്ട് പ്രവചനം? നല്ല പ്രവചനമല്ലേ? അടുത്തൊരു പ്രവചനം ഞാൻ പറയാം. ഇത് നിങ്ങൾ കേട്ടിട്ട് നല്ല പ്രവചനമാണെന്ന് പറയണം. ഏതാണ് സൂപ്പർ പ്രവചനം എന്ന് പറഞ്ഞാൽ? ഒരു പ്രവാചകൻ വന്നൊരു മനുഷ്യനോട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ടത് നിങ്ങളൊരു മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് പരിക്കേൽക്കുന്നതാണ്. അതുകൊണ്ട് മരത്തിൽ കയറരുത്, സൂക്ഷിക്കണം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് മരത്തെ കയറാൻ അറിയത്തില്ല, ഇന്നേ അവരൊരു മരത്തിൽ ഞാൻ കയറിയിട്ടില്ല, ഒരു മരക്കുറ്റിയിൽ പോലും ഞാൻ കയറിയിട്ടില്ല, അതിനുള്ള സാധ്യത വളരെ കുറവാണ്, അങ്ങനെ നടക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞ അതുപോലെ നടക്കും, നിങ്ങൾ മരത്തിന് മുകളിൽ കയറിയിരിക്കും, നിങ്ങൾ മരത്തിൽ നിന്ന് വീണിരിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പണി നിങ്ങൾക്കുള്ളതല്ല, നിങ്ങളുടെ പണി ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്, നിങ്ങൾക്കൊരു കേന്ദ്ര ഗവൺമെൻറ് ജോലി കിട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. ഒരു ദിവസം പുള്ളി നല്ല മഴ പെയ്തപ്പോൾ ഒരു മരം പിടർന്ന് വേറൊരു മരത്തിലേക്ക് ഇങ്ങനെ പോയി ചാരിയിരിക്കുമായിരുന്നു. ഇങ്ങനെ പോയി മുട്ടി നിൽക്കുമായിരുന്നു, ഇങ്ങനെ ചാരിയിരിക്കുമായിരുന്നു. പുള്ളി എന്ത് ചെയ്യുന്നറിയാം? ഈ മരത്തിന് മുകളിൽ കയറി അതിൻ്റെ മുകളിൽ നിന്ന് വീണു. കാലടിഞ്ഞ് ആശുപത്രിയിലായി, ജോലി പോയി. പ്രവചനം ആലോചിച്ച് നോക്കണം. അങ്ങനെ ജോലിയില്ല, ഇനി എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കുന്ന ആലോചിച്ച് എറണാകുളത്ത് സിറ്റിയിൽ വന്ന് ഫോർട്ട് കൊച്ചിയുടെ അതിലെ നടന്നപ്പം അവിടെ ഈ നേവൽ ബേസിന് മുമ്പിൽ മിലിറ്ററിയിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ക്യൂ കണ്ടു. പുള്ളി എൻ്റെ ഏറ്റവും പുറകെ പോയി നിന്നു. ആ വലിയ ക്യൂവിൽ നിന്ന് 4 പേരെടുത്ത് അതിലൊന്ന് പുള്ളിയായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ജോലി. ഇതിലേതാ സൂപ്പർ പ്രവചനം? ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ? രണ്ടാമത്തെ. ഈ രണ്ടാമത്തേത് പ്രവചിച്ചത് ഒരു പാസ്റ്ററല്ല, ഒരു ഹിന്ദു കൈനോട്ടക്കാരനാണ്. മരത്തേന്ന് വീണത് എൻ്റെ അപ്പനാണ്. ആ പുള്ളി 2 അന്യഭാഷയും കൂടെ പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പോൾ അമേരിക്കയിൽ വീട് വെച്ച് പുള്ളി താമസിച്ചേനെ. അതാണ് പ്രവചനങ്ങൾക്ക് നമ്മളുള്ള മാർക്കറ്റ്. ഹിന്ദുക്കളൊക്കെ ഇത് പണ്ടേ തള്ളിക്കളഞ്ഞു. പക്ഷെ നമുക്ക് ഈ ലോകത്തിൽ അനുഗ്രഹം കിട്ടുന്നുള്ള പ്രവചനം നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇതാ നമ്മളെ വാണിപോക്കാൻ, നമ്മുടെ പൈസ മേടിക്കാൻ വേണ്ടിയാണ്. അന്ത്യകാലത്ത് ഇവർ വരുമെന്നറിഞ്ഞതുകൊണ്ട് അവർ അപകടകരമായ മതഭേദങ്ങളെ സഭയ്ക്കകത്ത് നുഴയിച്ച് കയറ്റി അനേകരെ അടിമകളാക്കി. ഇത് വായിച്ചാൽ എൻ്റെ ദൈവമേ, ഒരു അപ്പോസ്തലൻ ഇങ്ങനെയൊക്കെ വഴക്ക് പറയാമോ നമ്മൾ ചിന്തിച്ചു. അതുപോലെയാണ് ഈ ദുരുപദേശക്കന്മാരെ പറയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്കി. ഇപ്പോൾ വായിച്ചാൽ നമ്മുടെ ഉള്ള സ്വസ്ഥത കൂടെ പോകും. അതുപോലത്തെ എഴുത്താണ്. അപ്പോൾ പത്രോസ് പറയാണ്, ഇങ്ങനെയുള്ളവന്മാർ വരും സഭയിൽ ഉറപ്പായിട്ടും. അവർ വലിയ അഭിഷിക്തന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന് വലിയ ഗുരുമാരിൽ ഒപ്പിക്കും. അതുകൊണ്ട് പറയുകയാണ്, 2ാമത്തെ തുടങ്ങുന്നതിന് മുമ്പ് 12-ാം വാക്യം 1:12 പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ അറിയാത്തവരും ലഭിച്ച സ്ഥിതിയിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങൾ എപ്പോഴും ഓർമ്മിപ്പിക്കാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നെന്ന് അറിഞ്ഞിരിക്കാൻ ഞാൻ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങളെ വീണ്ടും 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 ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഇനി വരുന്ന ഏത് ടൈപ്പാണെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചു പോയാലും ഈ വിശ്വാസത്തിൽ മാറ്റം വരുത്താതിരിക്കാൻ വേണ്ടിയാണ് ഇത് പിന്നെയും പിന്നെയും ഈ പൗലോസ് പറഞ്ഞ അതേ കാര്യങ്ങളെ ഞാനും നിങ്ങളോട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് വേദനയോടെ ആയിരിക്കുമല്ലോ അവരത് എഴുതിയത്. അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവർ പറഞ്ഞ അതുപോലെ തന്നെ സംഭവിച്ചു. ഞങ്ങളെപ്പോലെ കുറച്ച് പേരാണ് ഈ പത്യോപദേശം എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല മനസ്സിലാക്കാൻ. ഇന്ന് നമ്മൾ വൈകിട്ട് വരുമ്പോഴേക്കും ഇതിനകത്ത് കുഴപ്പങ്ങളിലേക്ക് നമ്മൾ വരും. അതായത് എന്ത് പാടാണ് ഒരു മനുഷ്യന് ഇത് സമ്മതിക്കുക എന്നുള്ളത്.
എല്ലാ മനുഷ്യർക്കും നല്ല ആൾക്കാരായിട്ട് സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമാണ്. പക്ഷെ നല്ല ആൾക്കാരായിട്ട് സ്വർഗത്തിൽ പോകാൻ ആരെക്കൊണ്ടും പറ്റില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത്? രാവിലെ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടത് അത് തികച്ചും സൗജന്യമായിട്ടാണ്. ഇതിന് നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഞാൻ മല്ലപ്പള്ളിയിൽ നിന്ന് ഇന്നലെ ഇറങ്ങിയപ്പോൾ ഒരു പുതിയ തിയറിയും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വേദപുസ്തകം അങ്ങനെ വായിക്കുകയുള്ളൂ. വേറൊരു പുസ്തകവും ഞാൻ മറിച്ച് നോക്കാതെ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ മാത്രം അതുപോലെ വായിക്കാൻ പോവാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതല്ല, ഈ അപ്പോസ്തലന്മാർ പറഞ്ഞതാണ്. അത്രയെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം. ഓക്കെ, നമുക്ക് റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരാം. റോമാലേഖനത്തിൻ്റെ 4-ാം അധ്യായം നമ്മൾ ഇന്നലെ 3:27 കണ്ടിരുന്നു. ഓർമ്മയുണ്ടോ? 3:27 എന്താ പറയുന്നത്? ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. എങ്ങനെ പോയി? കർമ്മമാർഗത്താലല്ല, ഒരു വിശ്വാസ മാർഗം കൊണ്ടുവന്നിട്ട് മനുഷ്യൻ്റെ എല്ലാ പ്രശംസയും ദൈവം എടുത്തു കളഞ്ഞു. 1 കൊരിന്ത്യർ ലേഖനം 1:30 പറയുന്ന, ആകയാൽ നിങ്ങൾ ക്രിസ്തുയേശുവിലിരിക്കുന്നു, അവനാൽ നിങ്ങൾ ക്രിസ്തുയേശുവിലിരിക്കുന്നു, അവൻ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് നീതിയും ജ്ഞാനവും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. ഒരു ജഡവും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഇപ്പം മനുഷ്യൻ രക്ഷയിൽ പ്രശംസിക്കാൻ അവൻ്റെ കയ്യിൽ ഒന്നും വെച്ചു കൊടുക്കാൻ ദൈവം തയ്യാറല്ലായിരുന്നു. നീതിയും ക്രിസ്തുവാണ്, വിശുദ്ധിയും ക്രിസ്തുവാണ്, തേജസ്സും ക്രിസ്തുവാണ്, വീണ്ടെടുപ്പും ക്രിസ്തുവാണ്. അതിൻ്റെ ഒരു പങ്ക് എൻ്റെ പങ്കാന്ന് പറയാൻ ഒരു മനുഷ്യനും പ്രശംസിക്കാൻ ഇടതരില്ല എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഇനി 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 4-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കാം. 1-ാം വാക്യം. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ എബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു. അടുത്ത വാക്യം, എബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതി ഉണ്ട്. 27-ാം വാക്യത്തിൽ എന്താ പറഞ്ഞത്? പ്രശംസ ദൈവം എടുത്തു കളഞ്ഞിരിക്കുന്നു. ഓർമ്മയുണ്ടോ? അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇത്. ഈ 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം എന്നൊക്കെ പിന്നീട് ബിഷപ്പുമാർ എഴുതി ചേർത്ത. ഈ പൗലോസ് എഴുതിയപ്പോൾ 1-ാം അധ്യായം, 2-ാം അധ്യായം വാക്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കത്തങ്ങ് എഴുതി കൊടുക്കുമായിരുന്നു. നമ്മൾ ഈ ആർക്കെങ്കിലും ഒരു കത്ത് എഴുതി കൊടുക്കുന്നവരൊരു കത്തങ്ങ് എഴുതി കൊടുക്കുമായിരുന്നു. പിന്നെ ആൾക്കാർ രണ്ടാമത് വായിച്ചിട്ടാണ് ഇതിന് 1-ാം ചാപ്റ്റർ 2-ാം ചാപ്റ്റർ എന്ന് പറഞ്ഞ് വേർതിരിച്ചത്. അത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അപ്പോൾ ആദ്യം ഈ ലേഖനം എഴുതുമ്പം ഇതിനകത്ത് ലേഖനത്തിൽ അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചാപ്റ്റർ ഇത്ര എന്നുള്ളത് ദൈവാശാസ്യമല്ല, അത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. എന്നാൽ ആ എഴുത്ത് മുഴുവൻ ദൈവം പറഞ്ഞു കൊടുത്തതാണ്, അല്ലേ? ദൈവത്തിൻ്റെ ശബ്ദമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ആ 3:27 തുടർച്ചയായിട്ട് തന്നെ പറയുന്നത് പ്രശംസ ഇല്ല, പ്രശംസ ദൈവം എടുത്തു മാറ്റി. ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ പ്രശംസിക്കാൻ ദൈവം അനുവദിക്കാത്ത രീതിയിൽ പ്രശംസ എടുത്തു മാറ്റി. അതുകൊണ്ട് എബ്രഹാം പ്രവൃത്തിയാലാ നീതീകരിക്കപ്പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പ്രശംസ പോയില്ല എന്നാണ് അർത്ഥം. അവന് പ്രശംസിക്കാൻ സംഗതി വെച്ചിരിക്കുക നമ്മൾ അങ്ങനെ പറയുമ്പോൾ. ഓക്കെ, അടുത്ത വാക്യം എന്താ പറയുന്നത്? ദൈവസന്നിധിയിലില്ല. മനുഷ്യരുടെ മുമ്പിൽ പുകഴാൻ പറ്റും, സിമ്പിൾ. പക്ഷേ ദൈവസന്നിധിയിൽ ഒന്നും പുകഴാനില്ല. നിങ്ങൾക്കറിയാമോ, ഈ പാപം ചെയ്ത ശേഷം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ അവർ ആദ്യം മനസ്സിലാക്കിയ ഒരു കാര്യം, ഞങ്ങൾ നഗ്നരാണെന്നാണ്. ഈ നഗ്നരായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ മഹാവൃത്തികേടാന്ന് ആദമിനും ഹവ്വയ്ക്കും വരെ അറിയാമായിരുന്നു. അവരുടനെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഉടനെ കണ്ടുപിടിച്ചു, അത്തിയില കൊണ്ട് ഉടുപ്പുണ്ടാക്കിയിട്ടു. ഈ അത്തിയില കൊണ്ട് ഉടുപ്പുണ്ടാക്കിയിട്ട് കഴിഞ്ഞപ്പം അവരുടെ നാണം മറഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാവും, ഓ ഇത് നമുക്ക് നേരത്തെ തോന്നണ്ടായിരുന്നു, എന്തൊരു ഭംഗിയായിരിക്കുന്നു. തന്നെയല്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടുള്ള നാണം മറിഞ്ഞുകൊണ്ട് അവർ നല്ല കൂളായിട്ട് സന്തോഷമായിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഈവനിങ് ആയപ്പോഴാണ് കർത്താവ് വന്നിട്ട് ചോദിക്കുന്നത്, ആദമേ നീ എവിടെ? ഉടനെ ആദം ഹവ്വയങ്ങടം ഓടി ഒരു മരത്തിൻ്റെ പുറകിൽ മറിഞ്ഞിട്ട് പറയാണ്, നിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ നഗ്നരായത്. നഗ്നത അവർ മാറ്റിയതായിരുന്നു, അല്ലേ? മാറ്റിയില്ലായിരുന്നു. അവർ അത്തിയിലെ കൂട്ടിത്തുന്നൊരു അരയാട ഉണ്ടാക്കി എന്ന് പറഞ്ഞ അടുത്ത വാക്യത്തിലാണ് പറയുന്നത്, വൈകുന്നേരമായപ്പോൾ. അപ്പോൾ അരയാട ഉണ്ടാക്കി ഇട്ട ശേഷമാണ് കർത്താവ് വരുന്നത്. കർത്താവ് വരുന്നവരെ ഇവർക്ക് നാണം തോന്നിയില്ല അന്നേരം, കാരണം അവർ മറച്ചിട്ടുണ്ടായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഷെയ്ക്ക് ഹാൻഡ് തരുന്നു, പ്രൈസ് ദി ലോർഡ് പറയുന്നു. എന്തൊരു സ്നേഹമാണ്! ഒന്നിച്ച് കർത്തൃമേശ എടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇതും നമ്മുടെ അകത്തുള്ളത് മറച്ചു വെച്ചിരിക്കുക, ആരും കാണുന്നില്ല. നമ്മുടെ പല്ലുറുമൽ ആരും കാണുന്നില്ല. നമ്മുടെ ഉള്ളിൽ എന്താ പോകുന്നതെന്നുള്ള അയൽവക്കക്കാർക്ക് വായിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവർ നമ്മുടെ നാട് കടത്തി വിട്ടേനെ. പക്ഷെ അതെല്ലാം വായിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം മനുഷ്യൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന അമ്മാമ്മ നല്ല ഗമയാണെങ്കിലും
ദൈവത്തിന് മുമ്പിൽ പ്രശംസിക്കാനൊന്നുമില്ല. കാരണം അമ്മാമ്മ പ്രാർത്ഥിക്കുന്ന മുഴുവൻ അവരുടെ ഉദരപൂർണ്ണത്തിനും അവരുടെ വീടിൻ്റെ അഭിവൃദ്ധിക്കുമാണ്, ദൈവത്തെ മഹത്വപ്പെടുത്താനല്ല. രാത്രിയുടെ യാമങ്ങളിലിരുന്ന് കരയുന്ന മുഴുവൻ കർത്താവിനെ ഓർത്തോ പാപത്തെ ഓർത്തോ അല്ല. രാത്രിയുടെ യാമങ്ങളിൽ മുഴുവൻ ഇരുന്ന് കരയുന്ന എപ്പോൾ ഗതി പിടിക്കും കർത്താവേ നീ എന്നെ കൈവിട്ടത് എന്താ, എൻ്റെ കാശ് എവിടെയെന്ന് ചോദിച്ചോണ്ടാ. അപ്പം ആൾക്കാർ നോക്കുമ്പം ഭയങ്കര പ്രാർത്ഥനക്കാരി അമ്മാമ്മയാണ്. കരഞ്ഞോണ്ട ബ്രദറെ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന വരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രാർത്ഥന വരം എന്ന് പറഞ്ഞൊരു സാധനം ബൈബിളിൽ പ്രാർത്ഥനാവരമുള്ളവരെ പുതിയ നിയമ വിശ്വാസത്തെ കാണിച്ചു തരാമോ? പ്രാർത്ഥനാ വരം എന്നൊരു വാക്ക് കാണിച്ചു തരാമോ? എവിടെയെങ്കിലും ഉണ്ടോ പ്രാർത്ഥനാ വരം? ചിലർക്ക് പ്രാർത്ഥനാ വരം, ചിലർക്ക് ഉപവാസത്തിൻ്റെ വരം, അങ്ങനെ കേട്ടിട്ടുണ്ടോ? ചിലർക്ക് രാവിലെ എഴുന്നേക്കാനുള്ള വരം, ചിലർക്ക് ബൈബിൾ വായിക്കാനുള്ള വരം, അങ്ങനെയുണ്ടോ? അതെന്താ അങ്ങനെ ഇല്ലാത്ത? അതെല്ലാവരും ചെയ്യേണ്ടതാണ്. അത് വരം കിട്ടിയ കുറേ ആൾക്കാർ ചെയ്യേണ്ടതല്ല. പ്രാർത്ഥന അപ്പനോട് സംസാരിക്കുന്നതാണ്, അതെല്ലാ മക്കളുടെ അവകാശമാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന വരം പ്രാർത്ഥിക്കാൻ വേണ്ടി ചില ആൾക്കാർ പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ചുമ്മാ ഇരിക്കുമെന്ന്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ പ്രാർത്ഥിക്കാൻ വേണ്ടി ചുമ്മാ ഇരിക്കും. എന്താ പ്രാർത്ഥിക്കുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഈ കുഞ്ഞ് നഴ്സറി പിള്ളേർ പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും? എപ്പോഴും യേശുപ്പച്ച എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ അപ്പനെ അനുഗ്രഹിക്കണേ, അമ്മയെ അനുഗ്രഹിക്കണേ, ടീച്ചറിനെ അനുഗ്രഹിക്കണേ, ആമേൻ. വലുതാകുമ്പോഴോ അമ്മമാരാണ് ഈ പ്രാർത്ഥനയുടെ ആണിക്കല്ല് വീടുകളിൽ. അവർ പ്രാർത്ഥന തുടങ്ങിയാൽ നിർത്തുകയില്ല. പിള്ളേരാണെങ്കിൽ ക്രിക്കറ്റ് കാണാൻ നോക്കിയിരുന്നിട്ട് ഒരു രക്ഷയില്ല. അന്നേരം വാടാ പ്രാർത്ഥിക്കാം. പിള്ളേർക്ക് നിവൃത്തിയില്ല, പിള്ളേരെല്ലാം വന്ന് പ്രാർത്ഥിക്കാനിരിക്കും. അമ്മ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ അതിങ്ങനെ നാട്ടുകാർക്ക് വേണ്ടിയും വീട്ടുകാർക്ക് വേണ്ടിയും ട്രംപിന് വേണ്ടിയും മോഡിക്ക് വേണ്ടിയും നോർത്ത് ഇന്ത്യക്ക് വേണ്ടിയും. പിള്ളേർക്ക് ഇതിനകത്തൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അവർ കുഴ കഴിയുമ്പോൾ ഉറങ്ങും. പിന്നെ പറയും അമ്മയുടെ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ മണി അടിക്കുമ്പോൾ ഇവർക്ക് അലർജി തുടങ്ങും. മടുപ്പിച്ച് കളയുവരെല്ലാവരെ. നിങ്ങളുണ്ട് എത്ര പിള്ളേരെ പ്രാർത്ഥിച്ച് മടുത്തിരിക്കുന്നറിയോ? അവർക്ക് ഇഷ്ടമല്ല. എന്നിട്ട് പിന്നെ പറഞ്ഞു പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ ആർക്കും ഇഷ്ടമില്ല, ഭർത്താവ് ആ സമയത്ത് വേറെ എവിടെയെങ്കിലും പോവും, പിള്ളേരാരും ഇരിക്കത്തില്ല. ഈ ആണുങ്ങൾക്ക് അത്ര ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. പറ്റുമായിരുന്നെങ്കിൽ അവർ പണ്ടേ റാങ്ക് മേടിച്ചേനെ. പെണ്ണുങ്ങളെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചും പഠിച്ചും എഴുതിയും രാത്രിയും പകലൊന്നും ഇല്ലാതിരിക്കുന്നത്. ഈ സ്പിരിച്വാലിറ്റി എല്ലാം കൂടെ അപ്പൻ്റെയും മക്കളുടെയും ദേഹത്തേക്ക് വെക്കാൻ ശ്രമിച്ച് അവർ റിബൽ ചെയ്യും. എപ്പടി പിള്ളേർ മടുത്തിരിക്കുക. കാരണം ഈ ട്രംപിൻ്റെ കാര്യത്തിലൊന്നും പിള്ളേർക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അവരുടെ ഇൻട്രസ്റ്റ് വൈഫൈക്ക് സ്ട്രെങ്ത് ഉണ്ടോ, മൊബൈൽ റീചാർജ് ചെയ്ത ഡാറ്റ എപ്പോൾ തീരും, ഇതൊക്കെ അവർക്ക് വലിയ കാര്യം. അല്ലാതെ ട്രംപ് അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്നുള്ളതൊന്നും പിള്ളേർ നോക്കുന്നില്ല. ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം എന്തായി കാണും സ്കോറ്, ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയ പിള്ളേർ ഇവിടെ നടക്കുന്നതിനെതിരെ. അന്നേരമാണ് പ്രിയ സഹോദരങ്ങളെ ഈ ഒരു സ്പിരിച്വാലിറ്റി സ്പ്രെഡ് ചെയ്യുന്നുള്ളതല്ലാതെ ഇതിനകത്ത് ആ ദൈവ ഭയമെന്ന്. അപ്പം ആൾക്കാരെന്താ വിചാരിക്കുന്നത്? ഭയങ്കര പ്രാർത്ഥനക്കാർ, ഭയങ്കര ആത്മീകർ, പക്ഷേ ദൈവമായിട്ടൊരു കണക്ഷനും ഇല്ല. ഇന്ന് 100 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, രാത്രി പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥനാ വിഷയം 11 മണിയാകുമ്പോഴേക്കും തീർന്നു പോകും. അതുകൊണ്ട് വേറെ ആൾക്കാരെല്ലാം പറഞ്ഞു ഞങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിലും തന്നേക്ക്. ഇതെല്ലാം യജ്ഞം പോലെയാണ്. അപ്പോൾ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്താ ഒരു സുഖം എന്നറിയോ? നിങ്ങൾക്കറിയോ അത്? ഞാൻ ഇതുവരെയുള്ള എല്ലാ പാവവും കർത്താവ് കഴുകി കളഞ്ഞു. രാത്രി മുഴുവൻ കരഞ്ഞല്ലേ? അപ്പോൾ കർത്താവ് വിചാരിക്കും പാവം കൊച്ച് ഇന്നലെ ഒരുത്തിനകത്തിട്ട് തല്ലി വഴക്കുണ്ടാക്കി, ആരോടും മിണ്ടുകയില്ല ചർച്ചിൽ, എന്നാലും കരഞ്ഞല്ലോ മതി എന്ന് കർത്താവ് തീരുമാനിക്കുമോ? എങ്ങനെയോ നമ്മുടെ തലയ്ക്കകത്ത് കയറിയിട്ടുണ്ട് മനുഷ്യനൊന്ന് കരഞ്ഞാൽ കർത്താവ് ക്ഷമിക്കുമെന്ന്. ബൈബിളിൽ എവിടെ എഴുതിയേക്കുന്നത് മനുഷ്യൻ്റെ കണ്ണുനീര് പാപങ്ങളെ കഴുകുമെന്ന്? ഒരിടത്തുമില്ല. യേശുവിൻ്റെ രക്തത്താലല്ലാതെ പാപങ്ങൾ കഴുകപ്പെടുന്നില്ല. അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ അഭിനയിക്കുന്ന ആ പരിപാടിയാണ് നമ്മൾ സിവിലൈസേഷൻ അല്ലെങ്കിൽ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇത് കഴിയുമ്പോൾ പാസ്റ്റർ എന്നോട് ചോദിക്കുക, പാസ്റ്റർ വിശക്കുന്നുണ്ടോ? ഞാൻ പറയും ഇല്ല ഞാൻ പോവുക, അങ്ങനെ പറയുള്ളൂ. എനിക്ക് വിശക്കുന്നുണ്ടോ, വല്ലതും കഴിക്കാം എന്ന് ഞാൻ പറയാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എന്താ? എനിക്കൊരു സംസ്കാരമുണ്ട്. ചെറുപ്പത്തിൽ എൻ്റെ അപ്പനന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ വായി തോന്നും ഹൃദയ തോന്നുന്നു എല്ലാം വിളിച്ച് പറയരുത്, ഇത്തിരി സൂക്ഷിക്കണം. അപ്പം അത്തിയില വെച്ച് ഉള്ളിലൂടെ പോകുന്നൊക്കെ വെളി കാണിക്കരുത്, അല്ലേ? ശരിയല്ലേ? കർത്താവ് വരുമ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു പറ്റുകയും ചെയ്തു. എനിക്ക് പറ്റി ഞാൻ പറയുന്നില്ല, വേറൊരു പാസ്റ്റർക്ക് പറ്റി ഞാൻ പറയാം.
ഒരു ദിവസം അദ്ദേഹം കർണാടകയിലൊരു സ്ഥലത്ത്, എനിക്കറിയാവുന്ന ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു അമ്മച്ചിക്ക് ഭയങ്കര കരച്ചിൽ, പ്രസംഗം കഴിഞ്ഞിട്ട് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് തന്നെ സംഭവിച്ച, അവരുടെ അടുത്ത് സംഭവിച്ച കാര്യം. അപ്പോൾ അമ്മച്ചി എന്ന് ഈ പാസ്റ്റർ എന്ത് ചെയ്താൽ വിടില്ല. പാസ്റ്റർ പറഞ്ഞു, ഇന്ന് പോകുന്നതിന് മുമ്പേ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചിട്ടേ പോകാവുള്ളൂ. നിർബന്ധമായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. നോക്കിയോണം അത്തീലയുടെ പവർ. അപ്പോൾ പാസ്റ്ററെ വീട്ടുകാർ, അപ്പോൾ അവിടെ ഒരു ദൂര സ്ഥലത്ത്, അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് ഹോട്ടലിൽ പോയി ഫുഡ് വാങ്ങിക്കാം. ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. പാസ്റ്റർ പറഞ്ഞു നമുക്ക് ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ വരുത്താം, എന്താ വേണ്ടത് പാസ്റ്റർ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു ഇല്ലില്ല നമ്മൾ വരുത്തണ്ട, ഈ അമ്മച്ചി ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളി നേരെ അമ്മച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് അമ്മച്ചി ചുമ്മാ ഭംഗിവാക്ക് പറഞ്ഞതായിരുന്നു. അവിടെ ഇങ്ങൊന്നും ഒരാക്കില്ല, അത്തിയിലായിരുന്നു. ആൾക്കാർ കാണാൻ വേണ്ടി പാവമെന്ന് കാണിച്ചതാണ്. അവിടെ ചെന്നപ്പോൾ അവിടെയും ഒന്നുമില്ല, ആഹാരം ഉണ്ടാക്കിയിട്ടില്ല. പാസ്റ്റർ പറഞ്ഞു എന്നാൽ നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കാം. അപ്പോഴേക്കും 2:30-3 മണിയായി. വെളിയിൽ എന്ത് കിട്ടാനാ? പട്ടിണിയായിട്ട് ആ പാവം പോയി. ഇത് റിയലി സംഭവിച്ച കാര്യമാണ്. നമ്മൾ ആൾക്കാരോട് പറയും, എൻ്റെ ബ്രദറിനെ കുറിച്ച് ഓർക്കാത്ത ദിവസമില്ല. എന്താ ഓർത്തതെന്ന് മാത്രം പറയില്ല, കാരണം അത് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഓരോ മനുഷ്യരെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൂടെ വരുന്ന ചിന്തകളെല്ലാം വെളിയിൽ പറഞ്ഞാൽ അവർ നമ്മളെ തല്ലിക്കൊല്ലും. അപ്പോൾ മനുഷ്യരുടെ മുൻപിൽ നമുക്ക് പ്രശംസിക്കാനൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷെ ദൈവം നോക്കുമ്പോൾ, ദൈവം ഇറങ്ങി വരുമ്പം ഈ അത്തിയില കൊണ്ടൊന്നും പണി നടക്കത്തില്ല. ഇവിടെ നമ്മൾ ഭയങ്കര ഡീസൻ്റായിരുന്നു, ഭയങ്കര പ്രാർത്ഥനയായിരുന്നു, ഭയങ്കര ദശാംശമായിരുന്നു. പക്ഷെ കർത്താവ് ഇറങ്ങി വരുമ്പോഴാണ് കുഞ്ഞാടിൻ്റെ നീതിവസ്ത്രമില്ലാത്ത ഒരാളെയും അവിടെ നീതിമാനായി പരിഗണിക്കുകയില്ല. ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രശംസയ്ക്ക് നിങ്ങൾ ഈ ലോകത്ത് ചെയ്യുന്ന ഒരു പ്രവൃത്തികളും കാരണമല്ല. അതുകൊണ്ടാണ് ഈ വാക്യം ഇങ്ങനെ പറയുന്നത്, പ്രശംസയില്ലാത്ത രീതിയിലാണ് ദൈവം മനുഷ്യൻ്റെ രക്ഷ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. അതിന് എക്സാമ്പിളായിട്ടാണ് വരുന്നത് എബ്രഹാമിൻ്റെ ലൈഫിനെ കുറിച്ച് പറയുകയാണ്. തിരുവെഴുത്ത് എന്ത് പറയുന്നു? എബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ. അവനെ വെളിയിൽ കൊണ്ടുവന്നു, ആകാശത്തിലെ സകല നക്ഷത്രങ്ങളെയും അവനെ കാണിച്ചു, നിന്റെ സന്തതി ഇപ്രകാരമാകുമെന്ന് അവനോട് കൽപ്പിച്ചു. എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. 5-6 വാക്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം 15-ന്റെ 5-6. അപ്പോൾ എബ്രഹാമിനെ അത് നീതിയായി കണക്കിടുമ്പോൾ എബ്രഹാം വലിയ നീതിമാനൊന്നും അല്ലായിരുന്നു. ചില സ്ഥലങ്ങളിൽ എബ്രഹാം എന്നേക്കാൾ മോശമായിരുന്നു. സഹജ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ. കാരണം ദൈവം പറയുന്ന കാര്യങ്ങളൊന്നും എബ്രഹാം പൂർണ്ണമായിട്ടൊന്നും ആദ്യം അനുസരിച്ചൊന്നുമില്ല. നീ നിൻ്റെ പിതൃഭവനത്തെ വിറ്റിട്ട് വരാൻ പറഞ്ഞപ്പോൾ പിതൃഭവനത്തെ ചുമന്നുകൊണ്ട് പോയവനാണ് എബ്രഹാം. അപ്പനെയും ചാർച്ചക്കാരെല്ലാം മാതുലിനെല്ലാം വിളിച്ചുകൊണ്ടാണ് എബ്രഹാം പോകുന്നത്. അതൊക്കെ പോട്ടെ, എന്തായാലും പോയല്ലോ, അത്രയെങ്കിലും ആട്ടെ. എബ്രഹാമിൻ്റെ ക്യാരക്ടർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അബീമേലെക്ക് ഭാര്യയെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പം, നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടെ ഒരു ദൂരദേശത്ത് പോകുമ്പോൾ അവിടെ കൊള്ളക്കാർ വന്ന് നിങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നൊരു സാഹചര്യം വരുവാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? പ്രൊട്ടക്റ്റ് ചെയ്യണം, വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യണം, വേണ്ടി വന്നാൽ മരിക്കണം, അല്ലേ? പക്ഷേ എബ്രഹാം എന്താ പറഞ്ഞതെന്നറിയാം? നിന്നെ അവർ കൊണ്ടുപോകാനാണ് സാധ്യത, നീ എന്തായാലും പോക്കാണ്, ഞാനത് സമ്മതിച്ചു. പക്ഷെ നീ പോകുന്ന വഴിക്ക് ഞാൻ ആങ്ങളെയാണെന്നും പറഞ്ഞാൽ എൻ്റെ തടി രക്ഷപ്പെടുത്തി എനിക്ക് പോകാം. ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറയാണ്, ഓക്കെ ആയിക്കോട്ടെ, യജമാനനെ അങ്ങനെ ആയിക്കോട്ടെ. ഇവിടുത്തെ ഭാര്യമാരെല്ലാം പറഞ്ഞാൽ നീയൊക്കെ ഒരു ഭർത്താവാണോടാ ചോദിക്കേണ്ട കേസ് കേട്ടാണ്. സാറ പറഞ്ഞു, യജമാനനെ എന്ന് വിളിച്ചെന്ന. അങ്ങനെയൊക്കെ നിങ്ങളും ആയാൽ നിങ്ങളും സാറായുടെ മക്കളായിട്ട് മാറുന്നു. അങ്ങനെയുള്ള എബ്രഹാമിന് സോദോം ഗൊമോറെ നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പം കിടന്ന് നിലവിളിച്ച് അവസാനം 10 പേര് 2 ഒരാൾ. എബ്രഹാമിൻ്റെ ലൈഫിൽ അങ്ങനെ ഒത്തിരി. ആദ്യം നിനക്കൊരു സന്തതി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ എബ്രഹാം വിശ്വസിച്ചൊന്നുമില്ല. എബ്രഹാം പറഞ്ഞു, എനിക്ക് അവൻ മതി. ആരാ? എലിയാസർ മതി, അവനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പറയില്ലേ, ദൈവം വാഗ്ദത്തൊക്കെ തന്നിട്ടുണ്ട്, എന്നാൽ നമ്മുടെ ഭാഗം നമ്മൾ നോക്കണമെന്ന് പറയില്ലേ, കേട്ടിട്ടുണ്ടോ? ഗോഡ് 50 അങ്ങനെ പോയതാ ഇസ്മായിൽ ഉണ്ടായത്. ദൈവം എന്തായാലും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കുന്നതിന് നമ്മളും കൂടെ ഒന്ന് ഉത്സാഹിച്ചാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം പെട്ടെന്ന് നടക്കും.
അന്നാ ഉണ്ടായ ഇസ്മായിലാണ് ഇന്ന് ലോകത്ത് മുഴുവൻ പാരയായി മാറിയത്. മനുഷ്യ പ്രയത്നങ്ങൾ, ഈ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളിടയിലോട്ട് മനുഷ്യൻ കൂടെ അധ്വാനിച്ച് ഇസ്മായിലിനെ ഉണ്ടാക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യരുടെ പ്രവൃത്തി ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത്. മനുഷ്യരുടെ പ്രവൃത്തി ഉൾപ്പെട്ടാൽ രക്ഷ അത്രയും ഭാഗം വികൃതമാകും. കാരണം ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ പറ്റൂ, ദൈവത്തിന് മാത്രമേ അവൻ്റെ സ്വഭാവം നമുക്ക് തരാൻ പറ്റൂ. ദൈവം അത് ചെയ്തിരിക്കും, അതവൻ്റെ വാഗ്ദത്തമാണ്. അവൻ ആരെല്ലാം വിളിച്ചിട്ടുണ്ടോ അവരെല്ലാം നീതീകരിക്കുകയും തേജസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളത് അവൻ്റെ വാഗ്ദത്തമാണ്. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും? ഹിസ് ജസ്റ്റിഫിക്കേഷൻ ഈസ് ലൈക്ക് എ ഡിക്രി. ഡിക്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം പ്രഖ്യാപിക്കുന്ന ഒരു കൽപ്പന, അത് മാറ്റം വരുത്താൻ പറ്റാത്ത, പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പനകളെയാണ് നമ്മൾ ഡിക്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ചേസ് ജോസഫ് ഈസ് റൈച്ചസ് എന്ന് ദൈവം പറഞ്ഞാൽ അത് മാറ്റാൻ ആർക്കും സാധിക്കില്ല. കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ റൈച്ചസ് അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ദൈവം അന്ന് പറഞ്ഞത് കള്ളമായിട്ട് വരും. ബിക്കോസ് ഗോഡ് ഈസ് നെവർ മേക്കിംഗ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ വിച്ച് ഹി വുഡ് റിപ്പൻറ്റ് ലേറ്റർ. അവൻ നീതിമാനല്ലല്ലോ, നരകത്തിൽ പോയല്ലോ. അപ്പോൾ ഉടനെ അയ്യോ അന്ന് ഞാൻ വിചാരിച്ചു ഇവൻ നീതിമാനായിരിക്കുമെന്ന്, പക്ഷെ എന്നാ ചെയ്യാനാന്നേ, നമ്മൾ വളർത്തിയ പിള്ളേരൊന്നും അങ്ങനെ കർത്താവ് പറയേണ്ടി വരുമോ? എന്തൊരു കഷ്ടമല്ലേ ഇത്. അപ്പോൾ മനുഷ്യനൊരിത്തിരി പ്രശംസ കൊടുക്കാൻ വേണ്ടി, മനുഷ്യനിത്തിരി പണി കൊടുക്കാൻ വേണ്ടി ഇവർ ദൈവത്തിൻ്റെ മഹത്വത്തെ വരെ എടുത്തു കളഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഇനി നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. അടുത്ത വാക്യം എന്താ പറഞ്ഞറിയോ? എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത്. എബ്രഹാമിൻ്റെ മോശം കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ നല്ല കാര്യം കൂടെ പറയണം കേട്ടോ, അതിൻ്റെ പുറകെ വന്നോളൂ, നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം നമ്മൾ എബ്രഹാം നമ്മളൊന്നും ചിന്തിക്കാൻ പറ്റുന്ന തലത്തിലുള്ള ആളല്ല, നമുക്കത് എന്താണെന്ന് പതുക്കെ മനസ്സിലാക്കാം. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്ന കൃപയായിട്ടല്ല കടമായിട്ടത്ര. ഈ കടം എന്ന് പറഞ്ഞ വാക്ക് അവിടെ വന്നിരിക്കുന്നതുകൊണ്ട് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച്. ഇപ്പം ഞാൻ അതിനൊരു ചെറിയൊരു ഇല്ലസ്ട്രേഷൻ പറയാം. ഞാനിവിടെ ഒരു ദിവസം പണിയാൻ വരുന്നെന്ന് വിചാരിച്ചോ. എന്ത് പണിയാണ് ഇവിടെ ബാക്കിയുള്ളത്? ഓക്കെ, ഒരു 2-3 AC അങ്ങ് പിടിപ്പിച്ചാലോ? കാശൊന്നും ഇല്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞത്. അവിടെ ഇവിടെയൊക്കെ 2-3-4 AC അങ്ങ് പിടിപ്പിക്കും. ഞാനൊരു ദിവസം ആ പണിക്ക് വേണ്ടി വരുവാ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ. അപ്പം പുള്ളി സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോരാൻ നേരത്ത് രാവിലെ പറഞ്ഞ് ഒത്തിട്ടുണ്ട്, ഇന്ന് വൈകിട്ട് വരെ ഞാനിവിടെ വർക്ക് ചെയ്യാം, എനിക്ക് എത്ര രൂപ തരും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ, 5 മണി വരെയുള്ള പണിക്ക് ഞങ്ങൾ 1000 രൂപയാണ് കൊടുക്കുന്നത്, പിന്നെ ഇതിരി മല്ലം പണി ആയതുകൊണ്ട് 1500 രൂപ തരാം. ഓക്കെ, ഞാൻ സമ്മതിച്ചു. 5 മണിക്ക് പണി നിർത്തി ഇറങ്ങിയപ്പോൾ പാസ്റ്ററിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതാ പറഞ്ഞത്ത 1500 രൂപ, കൃപയാന്ന് വിചാരിച്ചാൽ മതി. ഞാൻ എന്തു പറയും? ഇത്രയും നേരം ഞാൻ അധ്വാനിച്ച് വേർത്ത് എൻ്റെ നടുവിന് വേദന എടുത്തിട്ട് പോയി, എന്നിട്ട് കൃപയാ? ഞാൻ ഈ 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഈ ചർച്ച് വെളിയിലിറങ്ങിയാൽ നിങ്ങൾ എനിക്ക് 1500 രൂപ കടം, നിങ്ങളെ കടം വീട്ടുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂലി കൊടുക്കുന്നത് എന്താണ്? നിങ്ങൾക്കൊരു സഹായം ചെയ്തവന് കടമായിട്ടാണ് അതിൻ്റെ കൂലി കൊടുക്കുന്നത്. അപ്പോൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പം അവൻ നമുക്ക് കടം വീട്ടുമോ നമ്മൾ ചെയ്തതിനല്ല? അപ്പോൾ പ്രശംസ ആർക്കാ? ഞാൻ അധ്വാനിച്ചതാ ബ്രദറെ എന്ന് പറഞ്ഞ പ്രശംസ ആർക്കാ? അപ്പോൾ പ്രശംസ കിട്ടാൻ മനുഷ്യൻ എന്തും ചെയ്യും. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, അതവിടെ എഴുതി വെച്ചിരിക്കുന്നതല്ലേ. അടുത്ത വാക്യം, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ. അത് നിങ്ങൾ തന്നെ വായിച്ചോ, ഞാൻ മാറ്റി വായിച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നു. വായിച്ചോ, ഉറക്കെ വായിച്ചോ, എല്ലാവരും ഒന്നിച്ച് വായിച്ചാലും കുഴപ്പമില്ല. എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവന് വിശ്വസിക്കണം. അപ്പോൾ അവൻ എന്ത് വിശ്വസിക്കണം? അയ്യോ ഞാനൊന്നും പ്രവർത്തിക്കാത്തവനാണേ, ഞാൻ സ്വർഗത്തിൽ പോവുകയോ രക്ഷപ്പെടുകയോ ചെയ്യണമെങ്കിൽ അഭക്തനെ നീതീകരിക്കാനുള്ളൊരു പദ്ധതി നിൻ്റെ കയ്യിൽ ഉണ്ടാകണം, അതല്ലെങ്കിൽ ഞാൻ പോക്കാണ്. ഞാൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ കടമായി നിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങാൻ ഞാൻ എന്തെങ്കിലും നിനക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങാൻ പറ്റാത്തത് കൊണ്ട്, സൽപ്രവൃത്തികൾ ചെയ്ത് നിന്നെ പ്രസാദിപ്പിച്ചിട്ട് നിൻ്റെ കയ്യിൽ നിന്ന് ആ കടം പറ്റാൻ പറ്റാത്തത് കൊണ്ട്,
എൻ്റെ സൽപ്രവൃത്തികളെല്ലാം മുഷിഞ്ഞ തുണി പോലെ കിടക്കുന്നത് കൊണ്ട് ഞാൻ ഇടുന്ന ആ എന്താ പറയുന്നത് അത്തിയില കൊണ്ടുള്ള ഉടുപ്പുകളെല്ലാം മനുഷ്യരുടെ മുമ്പിൽ മാത്രം വിളങ്ങുന്നതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ എൻ്റെ നഗ്നത മറയ്ക്കാൻ അത് പോരാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ കർത്താവിനൊരു പദ്ധതി വേണം. ഇങ്ങനെയുള്ളവന്മാരെ, അധർമ്മികളെ, അനുസരിക്കാത്തവരെ, നീതിയില്ലാത്തവരെ ചുമ്മാ രക്ഷിക്കാനുള്ളൊരു പദ്ധതി ദൈവത്തിനുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഹോപ്പുള്ളൂ. അതവിടെ പറഞ്ഞേക്കുന്നതാണോ? എന്താ വിശ്വസിക്കണം നമ്മൾ? കർത്താവെ, ഞാൻ ഒരു നീതിയിലും പ്രശംസിക്കുന്നില്ല. ചില ആൾക്കാർ പറയുന്നത് എൻ്റെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നാണ്. കേട്ടിട്ടുണ്ടോ അത്? അമ്മ പ്രാർത്ഥിച്ച അമ്മ ഇതിനേക്കാൾ വലിയ പാപിയാണ്. ലോകത്തേത് മനുഷ്യൻ പോയി മധ്യസ്ഥ അണച്ചാലും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. അത് യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ്റെ പ്രാർത്ഥനയാണ് നമ്മളെ രക്ഷിച്ചേക്കുന്നത്. വേറൊരു ആളുടെയും വേറൊരാൾക്കും ദൈവത്തിനും മനുഷ്യനും ഇടയിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നത് കർത്താവിൻ്റെ മധ്യസ്ഥത കാരണമാണ്. എൻ്റെ രക്ഷയുടെ ഗ്ലോറി ഒരാൾക്കും ഇല്ല. ഓക്കെ, അപ്പം ഞാൻ വിശ്വസിക്കുന്നത് എന്താണ്? പ്രവർത്തിക്കാതെ, ഇത് ഞാൻ പറയുന്നതല്ലോ, നിങ്ങൾ വായിച്ചല്ലേ, നിങ്ങൾ വേണം ഒന്നുകൂടെ വായിച്ചു സമാധാനമായിട്ട്. ഉറക്കം വായിക്കണ്ട, ഉറക്കം ഒത്തിരി പ്രാവശ്യം വായിക്കണ്ട, ഒരു പ്രാവശ്യം ഉറക്കം വായിച്ചാൽ എന്താ ഇതിരിക്കുന്നത്? പ്രവർത്തിക്കാത്തവനെങ്കിലും. അപ്പം ഞാൻ നോക്കിയപ്പം കണ്ണു ചൂടുന്നത് തെരഞ്ഞ് കളഞ്ഞിട്ടില്ല, സ്വത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ടില്ല. പിന്നെ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോകുമ്പം എക്സ്ട്രാ ചെരുപ്പ് എടുക്കരുത്, ഡ്രസ്സ് എടുക്കരുത്, എന്തൊക്കെ പേഴ്സ് എടുക്കരുത്. ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല, അത് ശരിയാ. എക്സ്ട്രാ ഡ്രസ്സും എടുത്തിട്ടില്ല, ഞാൻ ബൈക്ക് ഓടിച്ച് വന്നോണ്ടാണ്. പക്ഷെ ചെരുപ്പിട്ടിട്ടുണ്ട്. പേഴ്സ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, എല്ലാം ഗൂഗിൾ പേയാ. അതുകൊണ്ട് പേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം കർത്താവ് ഇപ്പോഴാണ് പറഞ്ഞേ ഗൂഗിൾ പേ ഉള്ള ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞേനെ. കർത്താവ് പറഞ്ഞ കാര്യമല്ലേ. നിങ്ങൾ അതിന് ബാക്കിയുള്ള കാര്യം, നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയാൽ അവിടെ താമസിച്ചോണം, അവിടെ തന്നെ താമസിച്ചോണം. അവിടുത്തെ ആഹാരം പോരാന്ന് പറഞ്ഞിട്ട് അടുത്ത വീട്ടിലോട്ട് പോകരുത്. എന്നിട്ട് പറഞ്ഞേക്കുന്നത്, നിങ്ങൾ നാട് മുഴുവൻ സുശേഷിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾക്ക് സൗജന്യമായിട്ടാണ് ലഭിച്ചത്, നിങ്ങളത് സൗജന്യമായി കൊടുക്കണം. ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് 5 രൂപ മേടിക്കരുത്, ഒന്നും കൊണ്ടുപോവുകയും ചെയ്യരുത്. ഒന്നും കൊണ്ടുപോവുകയും ചെയ്യരുതെന്ന്. എന്നാൽ പിന്നെ മേടിച്ചോട്ടെ, മേടിക്കുകയും ചെയ്യരുത്. കർത്താവ് പറഞ്ഞ കാര്യമാണ്. അനുസരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ സഹോദരങ്ങൾ? നമുക്ക് ചെരിപ്പിടാതെ ഇവിടെ നടക്കാൻ പോലും പറ്റില്ല. ഞാൻ പറയാം, എൻ്റെ കർത്താവെ, നീ പറഞ്ഞ ഒന്നും അനുസരിക്കാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല, വീരവാദം മാത്രമേ ഉള്ളൂ. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു, ഞാൻ 10-15 വർഷമായി വൈബ്രേഷൻ, നോട്ട് 30 വർഷമായി ദൈവവേലയിൽ അധ്വാനം. ഈ ഡയലോഗ് മാത്രമേ ഉള്ളൂ, ഒന്നും കർത്താവ് പറഞ്ഞ പോലെ ചെയ്തിട്ടില്ല. 2 ഉടുപ്പുള്ളവൻ ഇന്നില്ലാത്തവന് കൊടുത്തിട്ടുണ്ടോ? ഇന്ന് ഉടുപ്പില്ലാത്തവനില്ല, കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ 2 ഉടുപ്പുള്ള ഒരുത്തൻ പറഞ്ഞ് 2 ഉടുപ്പുള്ളവനാണ് കൊടുക്കാൻ പറഞ്ഞത്. എനിക്ക് 5-6 ഉടുപ്പുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളൊരു തമാശയാണ്. ഒരു പാസ്റ്റർ ഒരാളുടെ ചോദിച്ചു, മോനെ അച്ഛനായിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. അച്ഛൻ ചോദിച്ചു, എടാ നിനക്ക് 2 വീടുണ്ടെങ്കിൽ ഒരു വീട് നീ ഇല്ലാത്തവന് കൊടുക്കുമോ? പറഞ്ഞു കൊടുക്കും. 2 കാറുണ്ടെങ്കിൽ നീ 1 ഇല്ലാത്തവന് കൊടുക്കുമോ? പറഞ്ഞു ഉറപ്പായിട്ടും കൊടുക്കുമോ വെച്ചു. അടുത്ത ചോദ്യം, 2 ആടുണ്ടെങ്കിൽ നീ 1 ഇല്ലാത്തവന് കൊടുക്കുമോ? അത് ഞാൻ കൊടുക്കില്ല. അതെന്താടാ? വീട് കൊടുക്കും, കാറ് കൊടുക്കും, ആട് കൊടുക്കും. ആടെനിക്കുണ്ട് 2 മറ്റേതില്ല. എല്ലാം ഈ കയ്യിൽ വന്നു കഴിയുമ്പോൾ കൊടുക്കാൻ തോന്നില്ല. നമ്മൾ ഡയലോഗ് അടിക്കുമ്പം ഭയങ്കരന്മാരാണെങ്കിലും കയ്യിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കില്ല. അന്നേരം ഏതെങ്കിലും പാസ്റ്റർമാർ ആശ്വാസവചനമായിട്ട് വരും, 10% കൊടുത്താൽ ഒരു വലിയൊരു ആശ്വാസം കേട്ടോ. ഈ കർത്താവിൻ്റെ വചനം അനുസരിക്കാതെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഭയങ്കര ഒരു ആശ്വാസമാണ് ഈ 10% പണി. ദശാംശം ഇട്ടോ, ഇട്ടു, അതും മതി, ദൈവം നിന്നെ അനുഗ്രഹിച്ചോളൂ. ബാക്കി 90 അത് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന പട്ടിണി കിടന്നാൽ നിനക്ക് കൊടുക്കാനുള്ള നീ കൊടുത്തല്ലോ, ഇനി നിൻ്റെ പണം. അപ്പോൾ അയൽവക്കക്കാരനും എല്ലാം തരാമെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് പറഞ്ഞാൽ മതി, ഞാൻ പ്രാർത്ഥിച്ച് മേടിച്ചതാ, നീയും പ്രാർത്ഥിച്ച് മേടിച്ചോ. രസമുണ്ടല്ലേ പരിപാടി? ഒന്നും പ്രവർത്തിക്കാത്തവർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചവരായിട്ട് തോന്നുന്നുണ്ടോ? ഞാനൊന്നും പ്രവർത്തിക്കാത്തവനാണെന്ന് എനിക്ക് മനസ്സിലായത് ഇത്തിരി കഠിനമായൊരു പാഠത്തിലൂടെയാണ്. അത് ഞാൻ പഠിച്ചത് ബാംഗ്ലൂർ വെച്ചാണ്.
ഈ ഞങ്ങളുടെ ഒരു മകൻ HIV പോസിറ്റീവാണ്, അഡോപ്റ്റഡ് മകനാണ്, അവൻ HIV പോസിറ്റീവാണ്. ഒരു ദിവസം ഇവനെ കാണാൻ വേണ്ടി ഞാനും എൻ്റെ കുടുംബവും കൂടെ അവൻ്റെ കെയർ സെൻറ്ററിൽ ചെന്ന് ഇവനോട് സംസാരിച്ചു. കുറേ നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോരാൻ നേരത്ത് എനിക്ക് തോന്നി ഒന്നും കൂടെ ഇവനോട് പോയി ഒരു ബൈ പറഞ്ഞിട്ട് പോരാൻ. കാരണം അവൻ്റെ മുഖം വല്ലാതെ ഇരുണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഡോർ തുറന്ന് പിന്നെ ഇറങ്ങിപ്പോയി അവനോട് പറഞ്ഞു, മോനെ പപ്പ അടുത്ത മാസം വരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അവനൊരൊറ്റ കരച്ചിലങ്ങ് കരഞ്ഞു, കെട്ടി മുറുക്കി അങ്ങ് പിടിച്ചു ഒരു കരച്ചിൽ. എൻ്റെ ഷർട്ട് മുഴുവൻ നനഞ്ഞു, കണ്ണുനീരുകൊണ്ട് നനഞ്ഞു. ഞാൻ വിചാരിച്ചു അവൻ കരഞ്ഞങ്ങ് തീർക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അത് കഴിഞ്ഞ് അവൻ ചിരിച്ചു, ഞാനും ബൈ പറഞ്ഞു, വണ്ടിയിൽ കയറി പോരുന്ന വഴിക്ക് എനിക്ക് സമാധാനം കിട്ടുന്നില്ല. ഞാൻ കർത്താവിനോട് വെച്ച്, കർത്താവ്, എൻ്റെ സ്വന്തം മകൻ, ബയോളജിക്കൽ സൺ, എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ താമസിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ മകന് എൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ വരുന്നത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ സ്വന്തം രക്തമല്ലാത്തത് കൊണ്ട്, നിനക്ക് സ്നേഹമില്ലാത്തത് കൊണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവെ എന്താണ് ഈ പറയുന്നത്? 3 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളവനെ എടുത്തുകൊണ്ട് നടന്നു. അന്നേരം ഗമ്മിന്ന് ഇൻഫെക്ഷൻ, ബ്ലീഡിങ്, എപ്പോഴും മോഷൻസ്, വൊമിറ്റിങ്. അവനെ മടിയിൽ എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. ഗ്ലൗസ് ഇട്ടുകൊണ്ടാണെങ്കിലും അറ്റൻഡ് ചെയ്തു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, സ്കൂളിൽ കൊണ്ടുപോയി, എൻ്റെ മകനാണെന്ന് പറഞ്ഞ് ചേർത്തു. 10 വർഷം ഞങ്ങളുടെ പിള്ളേരുടെ ആഹാരം കഴിച്ചു, പിള്ളേരുടെ കൂടെ കളിച്ചു, ഉറങ്ങി. 10 വർഷം കഴിഞ്ഞപ്പോൾ അവന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വന്നു. ഞങ്ങൾക്ക് കേരളത്തിലേക്ക് വരേണ്ടി വന്നു. കേരളത്തിലേക്ക് കുഞ്ഞുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കും, മോനെ HIV പോസിറ്റീവ്, അപ്പനും അമ്മയ്ക്കും പോസിറ്റീവ് അല്ല, ഇത് എവിടെ നിന്ന് എങ്ങനെ സംഭവിച്ചു? നമുക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനില്ല. ഇവിടെയാണ് മലയാളികൾക്ക് എല്ലാത്തിലും പാരനോയിയാണ്. HIV-കാരനെങ്ങാനും ഈ റൂമിൽ വന്ന് തുമ്മിയാൽ നമുക്കത് പിടിക്കുമോ എന്ന് പേടിക്കുന്നവരാണ് മലയാളികളിൽ വലിയൊരു പങ്കും. അവൻ കുടിച്ചിട്ടാണോ ഞാൻ കർത്തൃമേശ എടുക്കുന്നതെന്ന് പേടിച്ചിരിക്കുന്നവരാണ് മലയാളികൾ. ഞാനിത് പറയുന്നത് നിങ്ങളാരും അനുകരിക്കരുത്. ഇത് പ്രൊഫഷണൽസിന് മാത്രം അനുകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ പറയുന്ന കാര്യം ഞാനും പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. എങ്കിലും മലയാളിയുടെ പാരനോയിയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഞാൻ ആന്ധ്രയിൽ ഒരു ദിവസം ചെന്നപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ, അവരുടെ ഫ്രിഡ്ജ് ഞാൻ തുറന്നപ്പം, ഞങ്ങളുടെ സഹോദരനും കൂട്ടുവേലക്കാരനാണ്, തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് മിറിൻഡയുടെ 2 ലിറ്റർ ബോട്ടിൽ, പെപ്സിയുടെ 2 ലിറ്റർ ബോട്ടിൽ, 7-അപ്പിൻ്റെ 2 ലിറ്റർ ബോട്ടിൽ. ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഞങ്ങളുടെ കുടിച്ചാൽ കിഡ്നി അടിച്ച് പോകത്തില്ലേ? ഇതൊന്നും കുടിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത്, ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അതിന് പുള്ളി പറഞ്ഞു, മലയാളികൾക്ക് ഇല്ലാത്ത അസുഖവുമില്ല, ഇല്ലാത്ത നിർബന്ധങ്ങളുമില്ല, എല്ലാം പാരനോയിയാണ്. അയ്യോ അവന് ജലദോഷമാണ്, ഇവിടെ അന്തരീക്ഷത്തിൽ പൊടിയുണ്ടോ, പക്ഷേ രോഗം ഒഴിഞ്ഞിട്ട് സമയമില്ല. പുള്ളി പറഞ്ഞാണ്. അത് ഞാനും ചിന്തിച്ചു. HIV ഉള്ളൊരു കുഞ്ഞിനെ സ്കൂളിൽ പഠിപ്പിക്കാതെ നാട്ടുകാർ ഓടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പണ്ട് ആന്ധ്രയിൽ ഇതൊരു പ്രോബ്ലമേ അല്ല. ഭാര്യയും ഭർത്താവ് HIV ആയിട്ട് ഒന്നിച്ച് ജീവിക്കുന്നു. ഭർത്താവിന് HIV ഉണ്ട്, ഭാര്യയ്ക്കില്ല. അവർ സൂക്ഷിച്ച് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. ഈ HIV അണുക്കൾ പകരുന്നത് ക്ലോസ്ഡായിട്ട് എയർ കയറാത്ത ഒരു ട്രാൻസ്ഫറിലൂടെ മാത്രമേ ഉള്ളൂ. എയർ കയറാത്ത ട്രാൻസ്ഫർ. എയർ കയറിയാൽ HIV വൈറസ് എത്തും. നമ്മൾ വാ തുറക്കുന്നതുകൊണ്ട് തുപ്പലിനകത്ത് വൈറസിന് ജീവിച്ചിരിക്കാൻ പറ്റില്ല. ഈ വാ തുറക്കുമ്പോൾ എയർ കയറും, അല്ലെങ്കിൽ നിങ്ങൾ സിബ് ഇട്ടത് പൂട്ടണം. അപ്പോൾ സിറിഞ്ചിലിരിക്കുന്നത് പിന്നെ ലൈംഗിക ബന്ധത്തിലൂടെ, അതല്ലെങ്കിൽ അവയവമാറ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ, അതല്ലെങ്കിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുമ്പോഴും നിങ്ങളൊരു കാര്യം ഓർക്കണം, അമ്മയുടെ രക്തമല്ല കുഞ്ഞിൻ്റെ രക്തം. ആണോ? എൻ്റെ രക്തത്തിൽ പിറന്ന് അങ്ങനെ ആരുമില്ല. ഓരോരുത്തരുടെ രക്തം അവരുടെ നട്ടെല്ലാം ഉണ്ടാകുന്നത്, അവരവരുടെ നട്ടെല്ലാം രക്തം ഉണ്ടാകുന്നത്. ഈ കുഞ്ഞിൻ്റെ രക്തം എവിടെ ഉണ്ടാകുന്നത്? ആ കുഞ്ഞിൻ്റെ നട്ടെല്ലിനകത്ത് നിന്നാണ് ആ കുഞ്ഞിൻ്റെ രക്തം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അമ്മയുടെയും കുഞ്ഞിൻ്റെ രക്തം ഇടകലരാത്തത് കൊണ്ട് ഈ ഗർഭപാത്രത്തിലിരിക്കുന്ന ഒരു സമയത്തും ഈ കുഞ്ഞിന് HIV ഉണ്ടാവില്ല. ഡെലിവറി ആവുന്ന സമയത്തുണ്ടാകുന്ന ഇഞ്ചുറീസ്, മുറിവുകളിലൂടെയാണ് HIV ഉണ്ടാകുന്നത്. ആ ഒരു മോമെൻറ്റ്, ആ സമയത്ത് ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് അതിനെ ഒതുക്കും. ഈ വൈറൽ ലോഡ് ഒതുക്കിയാണ് ഡെലിവറി എടുക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ മിക്കവാറും ഇപ്പം HIV ഉള്ളവർക്കും ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ഞാനിത് പറഞ്ഞ് അങ്ങനൊന്നും പകരില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. ഓക്കെ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇവനെ കേരളത്തിലോട്ട് കൊണ്ടുപോകാൻ ഒരു വഴിയില്ലായിരുന്നു. ഇവന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിരുന്നു. ഒത്തിരി അവാർഡുകളൊക്കെ കിട്ടിയ ഒരു വലിയ കെയർ സെൻറ്ററിൽ, ഞങ്ങൾക്കെല്ലാം പരിചയമുള്ള ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു കെയർ സെൻറ്ററിലാണ് അവനെ വിട്ടിരിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും ഒന്ന് നോക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എല്ലാം പോയി നോക്കുന്നുണ്ട്. അത്രയല്ലേ ചെയ്യാൻ പറ്റൂ? നിങ്ങൾ പറഞ്ഞു, അത്രയല്ലേ ചെയ്യാൻ പറ്റൂ? തന്നെയല്ലേ ഇവന് പ്രായമാകുമ്പം TB പോലുള്ള അസുഖങ്ങൾ, സെക്കൻഡറി ഇൻഫെക്ഷൻസ് വരും, അത് പകരും. HIV പകർന്നില്ലെങ്കിലും
ഈ ടി ബി ഉള്ള ഒരാൾ നമ്മുടെ കൂടെ താമസിക്കുമ്പം ദാറ്റ് ബാക്ടീരിയ അതിപ്പോൾ ടി ബി പിന്നെയും വരുന്നുണ്ട് ഇന്ത്യയിലൊക്കെ. അപ്പോൾ അത് പിന്നെ നമുക്ക് മറ്റു പിള്ളേർക്കെല്ലാം പകരും. ദർ ഇസ് എ ഡേഞ്ചർ ദർ. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടല്ലേ കർത്താവെ ഞങ്ങൾ അവനെ മാറ്റിയത്, വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. അപ്പോൾ കർത്താവ് പറഞ്ഞത്, നീ എക്സ്ക്യൂസ് പറയാൻ ഭയങ്കര മിടുക്കനാണ്, പൂച്ചയെ പോലെയാണ്, എവിടെ നിന്ന് ചാടിയാലും 4 കാലം നിൽക്കും. ഇത് ഒരു പഴഞ്ചൊല്ല കേട്ടോ, കർത്താവ് ഇങ്ങനെയൊന്നും പറഞ്ഞില്ല, ഞാനത് എക്സ്ട്രാ ആക്കിയതാണ്. ഈ പൂച്ച എല്ലായിടത്തും ചാടിയ 4 കാലം നിൽക്കുന്നു ചുമ്മാ പറയുന്ന, നല്ല ഉയരത്തിൽ നിന്ന് വേണം പൂച്ച എത്തൂ, ആരും പരീക്ഷിച്ചേക്കരുത്. അപ്പോൾ എനിക്ക് എക്സ്ക്യൂസ് പറയാൻ ഭയങ്കര മിടുക്കായിരുന്നു ചെറുപ്പം തൊട്ടേ. അങ്ങനെയാണ്. എന്താണ് താമസിച്ചത്? ഞാൻ പറഞ്ഞ എക്സ്ക്യൂസ് കേട്ടാൽ ലോകത്തിൽ എക്സ്ക്യൂസുകൾ ഉണ്ടാക്കിയവൻ തന്നെ പിടിച്ചു. അതുപോലത്തെ എക്സ്ക്യൂസ് ഞാൻ പറയും. ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ, ഈ സ്വയം ന്യായീകരിച്ച് നല്ലവനായിട്ട് വെളിയിൽ വരുവാൻ ചേസിനുള്ള കഴിവ് വേറെ ആരിലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ പഴയകാല ജീവിതം പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ ദിവസം? ഈ സ്വയം നീതീകരിക്കാൻ നമുക്ക് തോന്നുന്നത് നമ്മൾ ദൈവത്തോട് മത്സരിക്കുമ്പോഴാണ്. ഞാൻ നീതിമാനാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ദൈവത്തിന് മുമ്പിൽ ഒന്നുമല്ല, ഞാൻ വെറും പൊട്ടനെ പോലെ. അതായത് കർത്താവിന് മുമ്പിൽ ഒരാൾ കയറുമ്പോഴേക്കും അവൻ അടുത്ത് ചെല്ലുമ്പോഴേക്കും അവന് മനസ്സിലാകുന്നത് ഒന്നും പുകഴുവാനില്ല, ഒന്നും പ്രശംസിക്കാനില്ല, നിൻ്റെ കരുണയല്ലാതെ ഒന്നിനും കൗണ്ട് ചെയ്യാനില്ല. അപ്പം ഞാൻ തിരിച്ചിങ്ങനെ പോരുമ്പോൾ ഞാൻ ആലോചിക്കുക, കർത്താവ് പറഞ്ഞു, ഇതൊന്നുമല്ല, ഇതൊക്കെ നിൻ്റെ എക്സ്ക്യൂസുകളാണ്. നിൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞല്ലാത്തത് കൊണ്ടാണ് അവൻ ഇപ്പോഴും ഹോസ്റ്റലിൽ കിടക്കുന്നത്. ഞാൻ ഒരു നിമിഷം ആലോചിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ബയോളജിക്കൽ സണ്ണിനായിരുന്നു ഇത് വന്നിരുന്നെങ്കിൽ ഞാൻ അവനെ ബാംഗ്ലൂരിലൊരു കെയർ സെൻ്ററിൽ ഇട്ടിട്ട് കേരളത്തിൽ വന്ന് താമസിക്കുമായിരുന്നോ? ഇല്ല. അവനെ കെയർ സെൻ്ററിൽ വിടേണ്ടത് ആവശ്യമായിരുന്നെങ്കിൽ പോലും ഞാൻ ആ ബാംഗ്ലൂരിലൊരു വീടെടുത്ത് അവിടെ താമസിച്ചേനെ. എല്ലാ ദിവസവും അവൻ്റെ കൂടെ പോയിരുന്ന് കരഞ്ഞേനെ. എനിക്ക് ചിരിക്കാൻ പറ്റില്ലായിരുന്നു, എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ലായിരുന്നു, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാനതൊന്നും ഓർക്കുന്നു പോലുമില്ല, വല്ലപ്പോഴാണ് ഓർക്കുന്നത്. അപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, ആ കരച്ചിൽ നിനക്ക് അവനോടുള്ള സ്നേഹമല്ല, അവന് നിന്നോടുള്ള സ്നേഹമാണ്. കാരണം നിനക്ക് ഒത്തിരി ആൾക്കാരുണ്ട്, അവന് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് തകർന്നാണ് വന്നത്. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാനിനി ബാംഗ്ലൂർ തന്നെ ഒരു വീടെടുത്ത് ഇങ്ങോട്ട് മാറാം, അതാ നിൻ്റെ ഇഷ്ടമെങ്കിൽ. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, നീ ആ കെയർ സെൻ്ററിൻ്റെ അകത്ത് താമസിച്ചാലും നിൻ്റെ ഹൃദയത്തിൽ ആ ഒരു സാധനം ഇല്ല. അഭിനയിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ നീതിമാന്മാരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും നല്ല അഭിനേതാക്കൾ. നിങ്ങൾ ദൈവത്തിന് മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും അഭിനയിക്കുകയാണ്. ഒരു വിശുദ്ധൻ്റെ ഏറ്റവും വലിയ അടയാളം അവൻ തകർന്നവനാണെന്നുള്ളതാണ്. ഹി ഈസ് ബ്രോക്കൺ. ഹി ഹാസ് നത്തിങ് ടു ക്ലെയിം, ഹി ഹാസ് നത്തിങ് ടു ബോസ്റ്റ്. ഹി ഈസ് നോട്ട് റെസ്റ്റിംഗ് ഇൻ ഹിസ് റൈച്ചസ്നെസ്. അങ്ങനെ ഒരു ബ്രോക്കൺനെസ് ഉള്ളവരാണ് കർത്താവിനെ അനുഭവിക്കുന്നത്. അവൻ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, കർത്താവേ, ഞാൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ പാപികളെ രക്ഷിക്കാനുള്ളൊരു സ്കീം ഉണ്ടാകണം, അല്ലെങ്കിൽ ഞാൻ വരില്ല കർത്താവ്, എന്നെക്കൊണ്ട് അങ്ങോട്ട് എത്താൻ പറ്റത്തില്ല. അധർമ്മികളെ വിടുവിക്കാൻ ഞാൻ പ്രവർത്തിക്കാത്തവനാണെങ്കിലും അഭക്തനെ നീതീകരിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് പ്രത്യാശയുള്ളത്. ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഞാൻ ചുമ്മാ ഉണ്ടാക്കിയ കാര്യമല്ല. ഇന്നിത് പറയുമ്പോൾ പറയും, മനുഷ്യർക്ക് ഒരു റോളും ഇല്ലേ, മനുഷ്യരുടെ പ്രവൃത്തി വേണ്ടേ? എവിടെയാണ് എഴുതിയേക്കുന്നത് കാണിച്ചു തന്നാൽ മതി. എവിടെ? ബൈബിളിലെങ്ങും ഇല്ല. മനുഷ്യരോട് ഒറ്റ കാര്യം മാത്രമാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്, വിശ്വസിക്കുക, ബിലീവ് ഇൻ ഹിം. അത് പ്രസംഗത്തിൻ്റെ ഫലമായി ദൈവം നമ്മളിൽ ഉൽപ്പാദിപ്പിക്കുന്നു. വചനത്തിൻ്റെ കേൾവിയാൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഫെയ്ത്താണ്. ഞാൻ പറഞ്ഞല്ല, ബൈബിൾ വായിച്ചതാണ്. അടുത്ത വാക്യം വായിക്കണ്ട, ഒത്തിരി ഉണ്ട്, വായിച്ചോ, എന്നാലും വായിച്ചോ, കുഴപ്പമില്ല. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നത് എന്താണ്? അധർമ്മം മോചിച്ചും പാപം മറച്ചും. പാപം എന്ത് ചെയ്തും? ഈ അധർമ്മവും പാപവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. എൻ്റെ മകൻ്റെ എക്സാമ്പിൾ തന്നെ പറയും. 1.25 വയസ്സുള്ളപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞു, ഒരു ഗുരുതരമായ രോഗമുണ്ടായി ഹോസ്പിറ്റലിൽ കിടക്കാം. അപ്പോൾ അവർക്ക് നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ മാറ്റി. കാശ് 5 പൈസ ഇല്ലെങ്കിലും ആ സമയത്തൊക്കെ എവിടെ നിന്നൊക്കെ വന്നു. വിജയവാഡയിലൊരു റിച്ച് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. അത് റിച്ച് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പണക്കാരുടെ ഹോസ്പിറ്റൽ, രാമറാവു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത് എന്ന് എൻ്റെ പേര്.
പുള്ളി എവിടെ ഇംഗ്ലണ്ടൊക്കെ പഠിച്ചു, വലിയ ഡോക്ടർ, വലിയ 5 നില കെട്ടിടമുള്ളൊരു ഹോസ്പിറ്റലാണ്, കുഞ്ഞുങ്ങളെ മാത്രം. അവിടെ കൊണ്ടുപോയി അയാൾ എക്സാമിൻ ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഓർഡർ ചെയ്തു. വൊമിറ്റ് ചെയ്യുമ്പോൾ ഗ്രീൻ കളർ, ടോയ്ലറ്റ് ഗ്രീൻ കളർ, ശരീരം വലുതാവുന്നു, നീര് വയ്ക്കുന്നു. ഡോക്ടർ പറഞ്ഞു ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ? എല്ലാ ടെസ്റ്റും നെഗറ്റീവാണ്. അപ്പോൾ ഇവൻ ഇടയ്ക്കിടയ്ക്ക് 1.25 വയസ്സുള്ളെങ്കിൽ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ പറയുമായിരുന്നു. പപ്പ, അമ്മ, ടാറ്റ, ഇത്ര പറയും, വേറൊന്നുമില്ല. ഇത് ആദ്യമായിട്ട് അങ്ങനെ പറയുന്നത്. ഞങ്ങളിങ്ങനെ ഹൃദയം തകർന്നിരിക്കുക, എന്താണെന്ന് ഒരു പിടിയുമില്ല. വേറൊരു രാജ്യം, പരിചയക്കാർ കുറവ്. 2-3 ദിവസമായപ്പോൾ രാവിലെ ഡോക്ടർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു വ്യത്യാസവും ഇല്ലല്ലോ, ഇപ്പോഴും ഗ്രീൻ വോമിറ്റിംഗ്, ഇപ്പോഴും അതേപോലെ തന്നെ ആഹാരം കഴിക്കുന്നില്ല, പാൽ കുടിക്കുന്നില്ല, എന്താ ഇത്? എന്താ, ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ട, ഹീസ് ഓക്കെ. ഞാൻ ഞെട്ടിപ്പോയി. എന്താ പറഞ്ഞേ? ഒരു വ്യത്യാസവും ഇല്ല. ഡോക്ടർ പറഞ്ഞു നമ്മൾ വന്ന ദിവസം തന്നെ ഇവൻ്റെ ബ്ലഡും സ്റ്റൂൾസും ഞങ്ങൾ കൾച്ചറിന് വിട്ടായിരുന്നു. കൾച്ചറിന് വിട്ടപ്പോൾ വന്ന റിസൾട്ട് ഇന്ന് രാവിലെയാണ് വന്നത്. എൻട്രോബാക്ടർ ക്ലോക്കെ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഇവൻ്റെ കുടലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഗ്രീൻ കളറുള്ള വോമിറ്റിംഗ് വരുന്നത്. പുള്ളി പറഞ്ഞ് ഇങ്ങനെയാണ്, വാക്ക് ഹിന്ദുവാണ്. ദൈവത്തിൻ്റെ ഗ്രേസിനാൽ നമ്മൾ ആദ്യത്തെ ദിവസം കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് തന്നെയാണ് ഈ ഇതിനുള്ള മരുന്ന്. അതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്ത നെറ്റിൽമൈസിൻ എന്ന് പറഞ്ഞൊരു ആൻറ്റിബയോട്ടിക് ആയിരുന്നു. ആ ആൻറ്റിബയോട്ടിക്കാണ് ഇതിനെതിരെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർക്ക് സമാധാനമായി. ഡോക്ടർ ക്ഷമിച്ചു. എന്തിനോട് ക്ഷമിച്ചു? ഈ വൊമിറ്റിങ്ങിനോട് ക്ഷമിച്ചു. ഇതെല്ലാം ഡോക്ടർക്ക് നിസ്സാരമായി മാറി. അതുവരെ ഡോക്ടർ എപ്പോഴും വരുമായിരുന്നു. ഇത് കണ്ട ശേഷം പുള്ളി ഇങ്ങോട്ട് വരാതായി. ഞങ്ങൾക്കാണെങ്കിൽ ടെൻഷനാണ്, മാറുന്നില്ല. പക്ഷെ ഡോക്ടർ ക്ഷമിച്ചു. എന്താ ക്ഷമിക്കാൻ കാരണം? പണി അകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഉണ്ടല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും. നമ്മളെപ്പോൾ വിശ്വസിക്കുന്നോ അപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശിൽ നമ്മൾ തറയ്ക്കപ്പെട്ടു. നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ട് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുക. ഈ അകത്തെ ഫ്ലഷിനെ തകർക്കുന്ന ആൻറ്റിബയോട്ടിക് ഉള്ളിൽ വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ പതുക്കെ കുറഞ്ഞു വരും. അതൊരു സീരിയസ് ഇൻഫെക്ഷൻ. 12-ാം ദിവസമാണ് അവൻ എഴുന്നേറ്റ് ഇഡ്ഡലി കഴിക്കുന്നത്, 12th ഡേ. അതുവരെ ഞങ്ങൾ ഈ ലക്ഷണങ്ങൾ മാറാൻ വേണ്ടി നോക്കിയിരിക്കുക. എന്നിട്ട് ആ ഇഡ്ഡലി കഴിക്കുമ്പോഴും ഞങ്ങൾ ആലോചിക്കുന്നത്, ദൈവമേ കാലൊക്കെ മെലിഞ്ഞിരിക്കുവാണല്ലോ, എപ്പം ശരിയാവും? ഇതാണ് നമ്മുടെ ഞരക്കം. കർത്താവ് എപ്പം നീ ആഗ്രഹിക്കുന്ന പോലെ ആകും. അത് ഉള്ളിൽ നിന്ന് പോകില്ല. ദൈവം ക്ഷമിച്ചാൽ ശരിയാ, പക്ഷെ നമുക്ക് കർത്താവിനെ പോലെ ആകുന്നവരെ ഈ ഞരക്കം ഉള്ളിൽ കിടക്കും. നമുക്ക് സമാധാനമായിട്ട് വെച്ച് പോകാൻ പറ്റുമോ? ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞു വേണേ കൊണ്ടുപോക്കോ. ഞങ്ങൾ പറഞ്ഞു ഇല്ല, ശരിയായിട്ടേ കൊണ്ടുപോകുന്നുള്ളൂ. എന്താ കാരണം? അപ്പോൾ ദൈവം എന്താ ചെയ്യുന്നത്? ക്രൂശിൽ എപ്പം നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നോ ആ നിമിഷം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഈ ക്രൂശും അവൻ്റെ മരണത്തിലോട് നമുക്ക് ലഭിക്കുന്നൊരു പങ്കാളിത്തമാണ്. ഫെയ്ത്ത് വർക്ക് ചെയ്യുന്ന അവിടെ. അപ്പോൾ മരണം നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്തിന്മേൽ വർക്ക് ചെയ്യാൻ തുടങ്ങി? ഈ ഫ്ലഷിൻ്റെ മേൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് പേഴ്സൺ ഈസ് എ ഫോർഗിവൺ പേഴ്സൺ. അവൻ്റെ പാപം കണക്കിടപ്പെടുന്നില്ല, അവൻ്റെ അധർമ്മം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ആ ക്രൂശിൽ അവൻ്റെ നീതീകരണത്തിനും വിശുദ്ധീകരണത്തിനും തേജസ്കരണത്തിനുമുള്ള പണി കർത്താവ് പൂർത്തിയാക്കിയിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അധർമ്മം മോചിച്ചു, പാപം മറച്ചു, കവർ ചെയ്തു. ബലഹീനതകളെ ദൈവം മറച്ചു, അധർമ്മങ്ങളെ ദൈവം ക്ഷമിച്ചു. ഓക്കെയാണ്? അവനാണ് ശരിക്കുമുള്ള ഭാഗ്യവാൻ. കാരണം ലോകത്തിൽ ആരും ഇല്ല നല്ലത്. അപ്പോൾ അതിനകത്ത് ആകെ ഭാഗ്യവാൻ ആരാ? ലോകത്തിൽ ഒരു നീതിമാനും ഇല്ലെങ്കിൽ ഭാഗ്യവാൻ ആരാ? അധർമ്മം ദൈവം കണക്കിടാത്ത മനുഷ്യൻ. അടുത്ത വാക്യം അതാ പറയുന്നത്. അടുത്ത വാക്യം വെച്ചേ. കർത്താവ് പാപം ഇല്ലാത്ത മനുഷ്യനല്ല, കർത്താവ് പാപം അക്കൗണ്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച് വിട്ടിരിക്കുന്ന മനുഷ്യൻ. എൻ്റെ ദൈവമേ, ചുമ്മാ വിടുന്നതല്ല, അകത്ത് പണി നടക്കുന്നുള്ളൂ. ആ പണി തുടങ്ങിയിട്ടാണ് കർത്താവ് അങ്ങനെ വിടുന്നത്. അപ്പം ചില ആൾക്കാർ അകത്തെ പണിയുടെ കാര്യം പറയില്ല. അവർ പറയും തീർന്നു, ഇനി എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. അങ്ങനെയല്ല, അകത്ത് പണി നടക്കുന്നവർ മാത്രമാണ് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത്.
ദൈവം ക്ഷമിക്കുന്നത് ആ കണ്ടീഷനില്ല, ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ആ കണ്ടീഷനുള്ള അവിടെ. ക്രൈസ്റ്റ് ഡൈഡ് ഇൻ മൈ പ്ലേസ്, അതിന്മേലാണ് ക്ഷമ, അല്ല ചുമ്മാ ക്ഷമിച്ചു വിടുന്നതല്ല. മനസ്സിലായോ? ഇത് ഞാൻ പറഞ്ഞതാണോ? ആണോ? ഇതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ആൾക്കാർ റോമാലേഖനൊന്നും വായിപ്പിക്കാത്തത്. അവരിങ്ങനൊരു പ്രസംഗം എടുത്തുകൊണ്ട് നമുക്ക് ഉൽപ്പത്തിയിൽ നിന്നൊരു വാക്യം വായിക്കാം, അടുത്ത രാജാക്കന്മാരുടെ പുസ്തകം പ്രാർത്ഥന എന്ന വിഷയം, പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പ്രാർത്ഥനകളെല്ലാം എടുത്തുകൊണ്ട് വന്നാൽ 2-3 ദിവസം പ്രസംഗിക്കാം. അതിൻ്റെ എബ്ബേസിൻ്റെ പ്രാർത്ഥന വരും. എബ്ബേസിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എൻ്റെ അതിരുകൾ കോന്നി കഴിഞ്ഞ് പത്തനംതിട്ട ജില്ലയും കഴിഞ്ഞ് കേരളം മുഴുവൻ നിറയണമെന്നാണ്. അങ്ങനെ എല്ലാവരുടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ അതിര് വെട്ടാൻ സ്ഥലമില്ലാതെ വരും. പണ്ട് ഈ മിഷൻ ഈ സുവിശേഷയിൽ ഒത്തിരി തിരക്കാവുമ്പം പാസ്റ്റർമാർ തമാശ പറയുന്നതായിരുന്നു, ഇംഗ്ലീഷ് ഡേറ്റ് എല്ലാം തീർന്നു, ഇനി മലയാളം ഡേറ്റിൻ്റെ കലണ്ടർ എടുത്തുകൊണ്ട് വരേണ്ടി വരും എന്ന് പറഞ്ഞ് അതുപോലെ ഈ പരിപാടി. എല്ലാവരും അതിര് വിശാലമാക്കാൻ പ്രാർത്ഥിച്ചാൽ എല്ലാവരുടെ അതിരും കൂടെ എവിടെ കൊണ്ടേ വരയ്ക്കും? നിങ്ങളിതൊന്ന് ആലോചിക്കുക. ഇങ്ങനെ ഈ പ്രസംഗിച്ച് ഈ റോമാലേഖനവും ഗലാത്യ ലേഖനമാണെങ്കിൽ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം എഴുതുക. പത്രോസ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പൗലോസ് പറഞ്ഞിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും ആൾക്കാർ ഗ്രഹിക്കാതെ വിട്ടിരിക്കുക. കാരണം അത് ചില ആൾക്കാർ കോട്ടിക്കളയും, ചിലത് വായിക്കില്ല, ചിലത് വായിച്ചും കോട്ടിക്കളയും. പൗലോസിന് ശരിക്കും ആൾക്കാർ കോട്ടിക്കളഞ്ഞിട്ടുണ്ട്. പൗലോസിന് മിക്കവാറും ആർക്കും അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് പൗലോസ് ശരിയല്ലെന്ന്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് പറഞ്ഞേക്കുന്നത്. കാരണം സ്ത്രീകൾക്ക് പാസ്റ്ററാൻ പറ്റില്ല എന്നും പഠിപ്പിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ പൗലോസ് ആയതുകൊണ്ട് സഹോദരിമാർക്ക് പൗലോസിന് അത്ര അങ്ങോട്ട് ഇഷ്ടമൊന്നുമില്ല. പിന്നെ തലയിൽ മൂടുപടം ഇടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന സ്ത്രീ എന്നൊക്കെ പൗലോസ് അത് പറഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പൗലോസ് ഒരു മെയിൽ ഷൂവനിസ്റ്റ്, അതിനൊരു വാക്കുണ്ട്, പിഗ് എന്നാണ്, MCP എന്ന് പറഞ്ഞാൽ മെയിൽ ഷോവനിസ്റ്റ് പിഗ് എന്നർത്ഥം. മെയിൽ ഷോവനിസ്റ്റ് പറഞ്ഞാൽ പുരുഷ മേധാവിത്വവാദി. അപ്പോൾ അങ്ങനെ ഫെമിനിസ്റ്റുകളെല്ലാം കൂടി ഇതിനകത്ത് കയറി സഹോദരിമാർ ബിഷപ്പുമാരായി മാറി, തിരുമേനിമാരായി മാറി, ഭർത്താവിൻ്റെ കാര്യം നോക്കാതെ സഭയുടെ കാര്യം നോക്കാൻ കഴിവുള്ള ഇന്ദിരാഗാന്ധിയെ പോലുള്ള പാസ്റ്റർമാർ വന്നു. പാസ്റ്റർമാർ അല്ലേ, അമ്മ പാസ്റ്റർമാർ അല്ല, പാസ്റ്റർമാർ എന്ന് പറഞ്ഞാൽ പാസ്റ്റർ ഭാര്യയല്ലേ, നമുക്ക് അമ്മ പാസ്റ്റർ എന്ന് വിളിക്കാം. അങ്ങനെ വന്നു. അപ്പം ഹോമോസെക്ഷൽസ് അവർ പറഞ്ഞു, കണ്ടോ ഇപ്പോഴാണ് വെളിവ് വന്നത്, പൗലോസ് ശരിയല്ലെന്നേ. പൗലോസ് അല്ലേ സഹോദരിമാരുടെ കാര്യം പറഞ്ഞത്, എന്താ സഹോദരിമാർ പ്രസംഗിക്കരുത്, ലീഡ് ചെയ്യരുതെന്ന് അല്ലേ? അങ്ങേര് തന്നെയാണ് ഹോമോസെക്ഷൽസ് ശരിയല്ലെന്ന് പറഞ്ഞത്. പൗലോസിനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ രക്ഷപ്പെട്ടു. കാരണം എല്ലാവരും നോക്കിയിരിക്കുന്ന പൗലോസിനെ കട്ട് ചെയ്യാനാണ്. പൗലോസിനെ എങ്ങാനും കട്ട് ചെയ്താൽ ഹോമോസെക്ഷൽസിനും കയറാം. കാരണം പുതിയ നിയമത്തിൽ ഹോമോസെക്ഷുവാലിറ്റി ദൈവത്തിൻ്റെ ശാപവും ശിക്ഷയുമാണെന്ന് റോമാലേഖനത്തിൽ മാത്രമേ ഉള്ളൂ. അത് പൗലോസ് എഴുതിയിരിക്കുന്നത്. പൗലോസ് ഏത് ദുരുപദേശത്തിനകത്ത് കയറണമെങ്കിൽ ആദ്യം പൗലോസിനെ വെട്ടേണ്ട അവസ്ഥയാണ്. പൗലോസിനെ അങ്ങനെ ആർക്കും അത്ര ഇഷ്ടമൊന്നുമല്ല. പിന്നെ നമ്മൾ അധികം കുറ്റം പറയാത്തത് ഇതധികം വായിക്കാത്തതുകൊണ്ടാണ്. ഇത് വായിച്ചാൽ നമുക്കെല്ലാം ഈ പെന്തക്കോസ്തുകാർക്ക് മൊത്തം ഈ റോമാലേഖനം വായിക്കാത്തതിൻ്റെ കാരണം വായിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ സ്വാതന്ത്ര്യം പ്രാപിക്കും. വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്ത് എനിക്കുള്ള പ്രവേശനം സൗജന്യമാണെന്നും അത് ചില വിശിഷ്ട വ്യക്തികൾക്ക് മാത്രമുള്ളതല്ലെന്നും ഏത് പാപിക്കും ഏത് സമയത്തും കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലാൻ വാതിൽ തുറന്നു നടക്കുവാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മതം വർക്ക് ചെയ്യത്തില്ല. ഈ മതം വർക്ക് ചെയ്യിപ്പിക്കുന്ന എപ്പോഴും ഇടനിലക്കാരെ കൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാ മതങ്ങളും വർക്ക് ചെയ്യുന്ന ഇടനിലക്കാരെ കൊണ്ടാണ്. ഇടനിലക്കാരെന്താ ചെയ്യുന്നറിയോ? അവരിങ്ങനെ ഹിന്ദുക്കളാണ് ചമ്രം പടിഞ്ഞിരുന്ന എനിക്കറിയാൻ വയ്യാത്ത കാര്യമാണ്, ഞാൻ തമാശയായിട്ട് പറയുന്നതാണ്, നിന്ദിച്ച് പറയുന്നതല്ല. കാ കൂ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്ന ഒരു ബോർഡ് കാണത്തില്ലേ, കുറച്ച് അരിമണികളെടുത്ത് അങ്ങോട്ട് വയ്ക്കും, മണികളെടുത്ത് ഇങ്ങോട്ട് വയ്ക്കും. കണ്ടിട്ടുണ്ടത്? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പെന്തക്കോസ്തുകാരാണെങ്കിൽ ഇതൊക്കെ കാണും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർ ആണ് അവിടുത്തെ ദൈവമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാർ, പൂജാരിമാർ. അപ്പം നിങ്ങൾക്ക് ശത്രു സംഹാര ക്രിയ ചെയ്യണമെങ്കിൽ ആ പൂജാരി ചെന്ന് കഴിഞ്ഞാൽ പൂജാരി ദൈവത്തോട് അവരുടെ ഈശ്വരനോട് പറഞ്ഞ് നിങ്ങളുടെ ശത്രുക്കളെല്ലാം ഒതുക്കി അവരുടെ എല്ലാം തലയിൽ ബോംബ് പൊട്ടിക്കും. അത് അവർ ഇടനിലക്കാരാണ്. നിങ്ങളുടെ വിഘ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ വിഘ്നങ്ങളുണ്ടെങ്കിൽ ഗണപതി പൂജയൊക്കെ നടത്തി, ഗണപതിയാണ് വിഘ്നേശ്വരൻ, വിഘ്നങ്ങൾ ഒഴിവാക്കുന്നയാൾ. ഓക്കെ, അപ്പോൾ അതങ്ങനെയാണ് ആ മതം. നമ്മളെങ്ങനെയാണ്? നമുക്ക് അഭിഷിക്തന്മാരാണ്. അഭിഷിക്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഭിഷിക്തൻ എന്നുള്ള വാക്കിൻ്റെ എബ്രായ പദം എന്താണെന്നറിയോ?
ശരിക്കുള്ള മലയാളം പോലും അറിയാൻ മേലെ നമ്മളോട് എബ്രായ പദം പറയണമായിരുന്നു. അഭിഷിക്തൻ എന്നുള്ളതിൻ്റെ എബ്രായ പദം മെശിഹ എന്നാണ്. അഭിഷിക്തൻ എന്നുള്ള ഗ്രീക്ക് പദം ക്രിസ്റ്റോസ് എന്നാണ്. അപ്പോൾ ചില സഭയിലൊക്കെ ചെല്ലുമ്പോൾ അവർ പറയും, നമ്മുടെ ഇടയിൽ അഭിഷിക്തൻ വന്നിട്ടുണ്ട്. ആരെ വന്നിട്ടുണ്ട്? മലയാളത്തിൽ പറഞ്ഞേ അഭിഷിക്തൻ, ഗ്രീക്കിൽ പറഞ്ഞേ അപ്പോൾ ക്രിസ്റ്റോസ് കന്നഡയും വെച്ച് ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ മെശിഹ അഭിഷിക്തൻ എന്നുള്ള വാക്കതാ. അപ്പോൾ പഴയ നിയമത്തിൽ അഭിഷിക്തന്മാരുണ്ട്, പക്ഷെ അവരെല്ലാം മെശിഹായുടെ മുന്നോടികളാണ്. ഒരു മുന്നൊരുക്ക അഭിഷേകം അവർക്കുള്ളത്. അതായത് പ്രവാചകൻ, രാജാവ്, പുരോഹിതൻ, ഈ 3 അഭിഷേകങ്ങളാണ് പഴയ നിയമത്തിലുള്ളത്. യേശുക്രിസ്തു അത് പൂർത്തിയായി. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ആകെ ഒരു ക്രിസ്തു ഉള്ളൂ, ഒരു അഭിഷിക്തനേ ഉള്ളൂ. മനുഷ്യർക്കും ദൈവത്തിനിടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, ഒറ്റ അഭിഷിക്തൻ. ആ അഭിഷിക്തൻ തന്നെയാണ് നമ്മുടെ പുരോഹിതൻ. ആ അഭിഷിക്തനാണ് നമുക്ക് വേണ്ടി യാഗം കഴിച്ചത്. അഭിഷിക്തൻ തന്നെയാണ് നമ്മുടെ പ്രവാചകൻ. ആ അഭിഷിക്തൻ തന്നെയാണ് നമ്മുടെ രാജാവ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമുക്കെല്ലാവർക്കും അഭിഷേകമുണ്ട്, പക്ഷെ നമ്മളെ ആരെയും അഭിഷിക്തൻ എന്ന് വിളിക്കത്തില്ല. പുതിയ നിയമത്തിലെ പത്രോസ് പൗലോസിനെ അഭിഷിക്തൻ എന്ന് വിളിച്ചോ? അപ്പം ഞാനിതൊരു പാസ്റ്റർ പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ അങ്ങനൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അഭിഷിക്തൻ നമ്മൾ വിളിക്കുന്ന അഭിഷേകമുള്ളവർ, അത്ര അർത്ഥത്തിലാണ്. ഞാൻ പറഞ്ഞെന്നാൽ മുമ്പിരിക്കുന്നവരുടെ ഒന്ന് വിളിച്ചേ. ഈ മുമ്പിരിക്കുന്ന സാധാരണ ജനം ഉണ്ടല്ലോ, നിങ്ങൾക്ക് സ്തോത്ര കാഴ്ച തരുന്ന ജനം, അവരെയും കൂടെ ഒന്ന് അഭിഷിക്തരെന്ന് വിളിച്ചേ. അത് പറ്റില്ല. അപ്പോൾ ഇവരെന്താ അവകാശപ്പെടുന്നത്? ഇവരവകാശപ്പെടുന്നത് നിങ്ങൾക്കില്ലാത്തൊരു പൗരോഹിത്യമാണ്. നിങ്ങളിവിടെ ഇരുന്ന് കാശ് കൊടുക്കാല്ല, നിങ്ങൾക്ക് പൗരോഹിത്യമൊന്നുമില്ല. പൗരോഹിത്യം ഞങ്ങളുടെ ഇല്ല. ഞങ്ങൾക്ക് നിങ്ങൾ കാശ് തരാമെങ്കിൽ ഞങ്ങൾ പോരാടി പ്രാർത്ഥിച്ച് കാര്യങ്ങൾ സാധിച്ചു തരാം. എന്നൊക്കെ നല്ല ചിലവുണ്ട്. നിങ്ങൾ പൈസ കൊടുത്താലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇതാണ് മധ്യസ്ഥൻ, അഭിഷിക്തൻ. ഇത് കേട്ടിട്ട് ചില ആൾക്കാർ ഫേസ്ബുക്കിൽ എഴുതി, ചേസ് പാസ്റ്റർ പ്രസംഗിക്കുന്ന ഒരുത്തൻ വേറൊരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അവനവും പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ അങ്ങനെ പറഞ്ഞോ? അങ്ങനെയാണോ പറഞ്ഞത്? പൗലോസ് പറയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കാരണം എല്ലാവരുടെയും എൻട്രി ഒന്ന് തന്നെയാണ്. എല്ലാവർക്കും പുത്രൻ്റെ അടുത്തുള്ള ആക്സസ് ഒന്ന് തന്നെയാണ്. കാരണം പുത്രൻ എന്ന മധ്യസ്ഥനിലൂടെ അല്ലാതെ തങ്കുബ്രദർ എന്ന മധ്യസ്ഥനിലൂടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താൻ ഒരാളെ കൊണ്ടും സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കാശ് തന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ വീണ്ടും പൗരോഹിത്യം ഉണ്ടാക്കുകയാണ്. അവരാണ് നമ്മുടെ ഉള്ളിൽ സംശയം ഉണ്ടാക്കുന്നത്, രക്ഷയെക്കുറിച്ച് സംശയം ഉണ്ടാക്കുന്നത്, ഈ റോമാലേഖനം വായിക്കാൻ വിടാത്തത്. കാരണം നിങ്ങൾക്കും ദൈവത്തിൻ്റെ അടുത്ത് ഇതേ ആക്സസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പണിയില്ലാതായി പോകും. കാരണം ഇന്ന് സഭകളിലെ പാസ്റ്റർമാരുടെ മെയിൻ പണി എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്ക് ആൾക്കാരെ നയിക്കുകയല്ല. അതിനുള്ള പരിജ്ഞാനമില്ല. ആകെ ചെയ്യുന്നത് അമേരിക്കയിൽ ഇടാനും കാനഡയിൽ ഇടാനും പ്രാർത്ഥിക്കുന്ന. ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ അമേരിക്കയിൽ പോയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദാറ്റ് ഈസ് ദ റിലീജിയൻ വിച്ച് ഈസ് സ്പ്രെഡിങ് നൗഡേയ്സ്. അതുകൊണ്ട് നമ്മളെ ആരും ഈ ലേഖനങ്ങൾ പഠിപ്പിക്കില്ല, ലേഖനങ്ങൾ വായിപ്പിക്കില്ല. ഈ സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവ് എന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഞാൻ അവൻ്റെ മകനാണ്, ഞാൻ സ്വർഗത്തിൽ പോകും, എനിക്ക് ഏത് സമയത്തും കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ധൈര്യമുണ്ട്, അത് സമ്മതിക്കില്ല. ഒരു വീട് വെച്ചാൽ പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കും. അതെന്തിനാ അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്? കർത്തൃമേശ കൊടുക്കണമെങ്കിൽ സെൻട്രൽ പാസ്റ്റർ വരണമെന്നുള്ള ഒറ്റ കാരണത്തോട് ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം കർത്തൃമേശ എടുക്കുന്ന സഭകളുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ എന്താ പറയുന്നത്? അവരാഴ്ച കൂടി വരുമ്പോഴൊക്കെ ഒന്നും ബൈബിളിലില്ല കേട്ടോ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ അവർ അപ്പം നുറുക്കുവാനായി കൂടി വന്നപ്പോൾ, അതായിരുന്നു അപ്പോസ്തലന്മാരുടെ കാലത്തെ പ്രാക്ടീസ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ആൾക്കാർ പോകുമ്പോൾ ആൾക്കാർ എങ്ങോട്ടാ? കത്തോലിക്കർ കുർബാന കാണാൻ പോവുക. അവർക്കും അപ്പം നുറുക്കാൻ പറ്റത്തില്ല. പക്ഷെ അവർ പറയുന്നത് ആ അപ്പം നുറുക്കലിനെ കുറിച്ചാണ്, വേറെ തെറ്റായിട്ടാണ് പറയുന്നെങ്കിലും. CSAക്കാരുടെ ചോദിച്ചു നോക്കിയേ, എങ്ങോട്ടാ ബ്രദറെ? വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് പോവുക.
അപ്പോൾ സംസർഗം എന്ന് പറയുന്നത് അവർ പറയുന്നത് കൂട്ടായ്മ. സംസർഗം എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ. നാം മുറുക്കുന്ന അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയിൽ, അതാണ് അവരുടെ ആപ്തവാക്യം. ഇറ്റ്സ് എ ഫെലോഷിപ്പ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതോ അവർ പറയുന്നത് അതിനു വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഞായറാഴ്ചത്തെ സ്പെഷ്യാലിറ്റി എന്താ? ഞായറാഴ്ച സ്പെഷ്യാലിറ്റി എന്താ? അവിടെ കുർബാനയുണ്ട്. അവരുടെ ഭാഷയിൽ പറഞ്ഞു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ അപ്പം നുറുക്കലുണ്ട്, അല്ലെങ്കിൽ സംസർഗ ശുശ്രൂഷയുണ്ട്, കൂട്ടായ്മ ശുശ്രൂഷയുണ്ട്. പെന്തക്കോസ്തുകാർക്ക് ഞായറാഴ്ച ശുശ്രൂഷയും വെള്ളിയാഴ്ച ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞായറാഴ്ച ശുശ്രൂഷയിൽ സങ്കീർത്തന വായനയുണ്ട്, അതാണ് വ്യത്യാസം. അതേ ഉള്ളൂ വ്യത്യാസം. സങ്കീർത്തനം വായിച്ചാൽ ആരാധനായോഗം, ബാക്കിയെല്ലാം കണക്കാ. 2 പാട്ട്, പ്രാർത്ഥന, പ്രസംഗം. വ്യത്യാസമുള്ളത് സങ്കീർത്തനം വായിക്കും. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സങ്കീർത്തനം വായിച്ചാൽ അത് ആദ്യ സൺഡേ യോഗം. ഈ സങ്കീർത്തനം വായിച്ചില്ലെങ്കിൽ അത് വെള്ളിയാഴ്ച പ്രാർത്ഥന. ഞാൻ പറയുന്നത് ശരിയാണോ? എനിക്കറിയാൻ പറ്റില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല, അതുകൊണ്ട് ചോദിക്കുക. പിന്നെ സാക്ഷ്യമുണ്ട്. സാക്ഷ്യം ഏത് ദിവസം പറയും. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന ഇടയിൽ സാക്ഷ്യം പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സങ്കീർത്തനം വായിക്കില്ല, എഴുന്നേറ്റ് നിന്ന് വാക്യം പ്രതി. അങ്ങനെ വായിച്ചാൽ അത് ഞായറാഴ്ച. അപ്പോൾ മൂപ്പന്മാരെല്ലാം ഉണ്ട്, എന്നാൽ പിന്നെ അപ്പം നുറുക്കിയാൽ എന്നാ കുഴപ്പം? നോ, അങ്ങനെ നുറുക്കിയാൽ ഇവരുടെ പണി പോകും. ഇവർക്ക് എന്തെങ്കിലും റെലവൻസ്, അത് പൗരോഹിത്യം സൃഷ്ടിക്കണമെങ്കിൽ അതിന് തക്കതായ ആചാരങ്ങൾ കൂടെ സൃഷ്ടിക്കപ്പെടണം, അല്ലെങ്കിൽ പൗരോഹിത്യം ഇല്ല. യേശുക്രിസ്തു എന്ന ഏക മഹാപുരോഹിതൻ എന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് വി ഹാവ് ക്രിയേറ്റഡ് റിലീജിയൻസ്. ഇങ്ങനെ യാക്കോബ പള്ളിയൊക്കെ ഇങ്ങനെ ആയിപ്പോയത്. 2000 വർഷങ്ങൾ കൊണ്ട്, അല്ല 1500 വർഷങ്ങൾ കൊണ്ട് റോമൻ കത്തോലിക്ക സഭ എങ്ങനെ വചനവിരുദ്ധമായൊരു പ്രസ്ഥാനമായി മാറിയോ, പെന്തക്കോസ്തുകാർ വെറും 100 വർഷം കൊണ്ട് ആ റെക്കോർഡ് തകർത്തിരിക്കുന്നുള്ളതാണ്. ഇനി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിക്കട്ടെ. ഒന്ന്, ഈ കത്തോലിക്ക സഭയും ഇന്നത്തെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. പോയിന്റ് നമ്പർ 1, കത്തോലിക്ക സഭയിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പോപ്പാണ്. ഞാൻ ഏജിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ഏജിയുടെ കാര്യം പറയാം. ഏജിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു സൂപ്രണ്ടാണ്. സൂപ്രണ്ടിനെ സഹായിക്കാൻ ഒരു കർദിനാളന്മാരുടെ സംഘമുണ്ട്. അതിനാണ് നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം 2 പവർ സ്ട്രക്ചറായി. ഒന്ന് പോപ്പ്, അതിന് താഴെ കർദിനാളന്മാർ, അല്ലെങ്കിൽ സൂപ്രണ്ട്, അതിന് താഴെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതിൻ്റെ താഴെ മേഖലാ ഡയറക്ടർമാർ, അവരാണ് മേജർ ആർച്ച് ബിഷപ്പ്മാരെന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തെ 2-3 മേഖലയായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് ഓരോരുത്തരും ഓരോ ഡയറക്ടർമാരുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ബിഷപ്പുമാരാണ്, അവരാണ് സെൻട്രൽ പാസ്റ്റർമാർ. പിന്നെ സാധാരണ അച്ഛന്മാരാണ് പാസ്റ്റർമാർ. പിന്നെ അവിടെ കൈക്കാരന്മാർ, കമ്മിറ്റിക്കാരൻ, സെക്രട്ടറി, എല്ലാം കറക്റ്റാണ്. ഒന്നും വള്ളി വ്യത്യാസം വന്നിട്ടില്ല. അവർ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ അടുത്ത് ഡയറക്റ്റ് പോയി പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കില്ല. അതുകൊണ്ട് നമുക്ക് വിശുദ്ധന്മാരായ ചില ആൾക്കാർ മരിച്ചു പോയവരുണ്ട്, അന്തോണീസ് പുണ്യാളിനെ പോലെ, അവരുടെ അടുത്ത് പോയി 10 രൂപ ഇട്ടാൽ കേൾക്കും. പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്നു ഞാൻ നേരെ പോയി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പിള്ളേർക്ക് ഒരു ഗതിയും വന്നിട്ടില്ല, പാസ്റ്റർ അടുത്ത് പോയി പുള്ളിക്ക് പൈസ കൊടുത്ത് പ്രാർത്ഥിച്ചാൽ കേൾക്കും. എന്താ വ്യത്യാസം? എനി ഡിഫറൻസ്? ഒന്നുമില്ലല്ലോ. ഇനി 3 വ്യത്യാസങ്ങൾ, സാമ്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടും. പണ്ടൊക്കെ പെന്തക്കോസ് എന്ന് പറഞ്ഞ ഉദ്ദേശം തന്നെ കൃപാവരങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ ചുമ്മാ പോയി ഇരുന്നാൽ മതി, ഒന്നും ചെയ്യണ്ട. വന്നോണം, നിന്നോണം, ഇരുന്നോണം, ഇവിടെ ഇരിക്കുക, ഇരുന്നോണം, കണ്ടോണം. യാക്കോബ സഭയിൽ അങ്ങനെ തന്നെയാണ്. അവർ കുർബാന കാണുക എന്ന് പറയുന്നത്. നിങ്ങളെന്താ ചെയ്യുന്നത്? നല്ല ഇവിടെ പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും അങ്ങനെ കാണുന്നില്ല. ചില സഭകളിൽ ചെന്ന് കഴിഞ്ഞാൽ കീബോർഡ് അവിടെ ഇരിക്കുന്നു, ഡ്രം ഇരിക്കുന്നു. ഞങ്ങളൊരു പുതിയ കൂട്ടായ്മ മല്ലപ്പള്ളി തുടങ്ങിയപ്പം ഒരാൾ സ്നേഹം കൂടിയിട്ട് ഒരു വലിയ സ്പീക്കർ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. ഹോൾ ഇത്രയേ ഉള്ളൂ, സ്പീക്കർ ഇത്രയും. ഞാൻ പറഞ്ഞു 2 ആഴ്ച ഇതൊന്ന് മാറ്റി വയ്ക്കാം. ചോദിച്ചാൽ അതെന്താ? ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാടുന്ന എനിക്ക് പോലും കേൾക്കാൻ വയ്യ. സത്യമായിട്ടും എനിക്ക് പോലും കേൾക്കാൻ വയ്യ. ഞാനിങ്ങനെ ശബ്ദം എടുക്കുന്നല്ലാതെ എൻ്റെ ചെവിയിലോട്ട് എത്തുന്നില്ല. ഇവിടെ ഒരു ചർച്ചിൽ ഒരാൾ ഈ സ്പീക്കറിൻ്റെ, അത് മാത്രമല്ല ഇതിനകത്ത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിയേ, ആ സ്പീക്കർ ഇവിടെ ഇരിക്കുന്നു, ഈ സ്പീക്കർ ഇവിടെ ഇരിക്കുന്നു. ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്ന പിള്ളേരാണോ വലിയവരാണോ? വളരെ സോഫ്റ്റായ കർണപുടങ്ങളുമായിട്ടിരിക്കുന്ന കുഞ്ഞു പിള്ളേർ. ഞാനൊരു ദിവസം അവിടെ പോയിരുന്നപ്പോൾ എൻ്റെ വാച്ചിനകത്ത്, ഇത് സാധാരണ വാച്ചാണ് കേട്ടോ, വേറൊരു വാച്ചിനകത്ത് അലർട്ട് വന്നു, ഹൈ ഡെസിബൽ സൗണ്ട് ക്യാൻ ഡിസ്ട്രോയ് യുവർ
ഡിസ്ട്രോയ് യുവർ ഹിയറിങ്. നോക്കിയപ്പോൾ കുഞ്ഞു പിള്ളേർ ഫ്രണ്ട് വന്നിരിക്കുക, തകർക്കുക. അതിനിടയിൽ 40 വയസ്സായതിൻ്റെ ചെവിയിൽ നിന്നൊരു ഒച്ച കേട്ടു, ടപ്പെന്ന് കേട്ടു. ഇവിടെ അടുത്തൊരു ചർച്ചയിൽ നിന്ന് എടുത്തുകൊണ്ട് ആശുപത്രി പോയി, ബ്ലഡ് വരുക, കർണപുടം പൊട്ടിപ്പോയി. ദൈവം കേൾക്കാത്തതുകൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും? ഇത്ര അലറിയിട്ട് ദൈവം കേൾക്കുന്നില്ല. ഞാനിതെല്ലാം പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതോ ഒരു മായിക വലയത്തിൽപ്പെട്ട് അതാണ് സ്പിരിച്വാലിറ്റി എന്ന് വിശ്വസിച്ച് അതിൻ്റെ പുറകെ, ആ അനുഭൂതിയുടെ പുറകെ പോകുമ്പോൾ ഈ ട്രൂത്ത് പ്രസംഗിക്കപ്പെടാതെ പോകുന്നതാണ്. അതുകൊണ്ട് പിള്ളേർക്കോ ആർക്കും റോമാലേഖനം അറിയില്ല, ഒരു ലേഖനം അറിയില്ല. എല്ലാവർക്കും പാട്ട് പാടുമ്പം ജമ്പിയാനറിയാം. ഒരു ചെറിയ കഥ കൂടെ പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയാം. ഞാൻ കേരളത്തിന് വെളിയിലുള്ള ഒരു സ്ഥലത്ത് നിന്ന്, അപ്പോൾ ഒരു കൺവെൻഷന് 5 ദിവസത്തെ കൺവെൻഷനാണ് വിളിച്ചേക്കുന്നത്, കേരളത്തിന് ഇന്ത്യക്ക് വെളിയില്ല. അപ്പോൾ ഈ കൺവെൻഷൻ 5 ദിവസം. ആദ്യത്തെ ദിവസം നല്ല യങ്സ്റ്റേഴ്സ്, അതായത് 18-നും 25-നും ഇടയിൽ പ്രായമായ അൺമാരിഡ് ആയിട്ടുള്ള സഹോദരന്മാർ, മക്കളും പെൺമക്കളും ആമക്കളും 2 പാട്ട് പാടും. ഒന്നാം തരം പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ നന്നായിട്ടുണ്ട് പാട്ട്, പക്ഷേ നാളെ പാടുമ്പോൾ ഇന്നലെ മിനിങ്ങാൻ നടത്തിയുള്ള പാട്ടിന് പകരം ഞങ്ങളെ വീണ്ടെടുത്ത കുഞ്ഞാടിന് മഹത്വം എന്ന് പറയുന്നൊരു പുതിയ നിയമ ആരാധന, അത് പുതിയ പാട്ട് തിരഞ്ഞാലൊന്നും കിട്ടില്ല. പുതിയ പാട്ടിൽ ആരാധന എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ്, അതിനുവേണ്ടി ആ പാട്ടുണ്ടാക്കുന്നത്. പഴയ പാട്ടുകൾ പാടിയാൽ അതിനകത്ത് ഈ ആരാധനാ ഗീതങ്ങളുണ്ട്, അതായത് കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തുന്ന ആരാധനാ ഗീതങ്ങളുണ്ട്. പാടി പുകഴ്ത്തിടാൻ ദേവദേവനെ പുതിയ എന്തുകൊണ്ടാണ്? വീണ്ടെടുത്തോണ്ടാണ്, അത് വീണ്ടെടുപ്പിൻ്റെ പാട്ടാണ്. ഇനി അതിനേക്കാൾ പഴയ പാട്ടുകൾ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. സ്തോത്രം യേശുവേ, സ്തോത്രം മുഴുവൻ വീണ്ടെടുപ്പിൻ്റെ പാട്ടാണ്. പിന്നെ നമ്മൾ എപ്പോഴും പാടുന്നൊരു പാട്ടാണ് എന്നോടുള്ള, അത് ഏതെങ്കിലും പുതിയ വീട് തുടങ്ങുമ്പോഴോ കല്യാണം നടക്കുമ്പോഴൊക്കെ പാടുന്നത്. പക്ഷേ ആ താഴോട്ട് വായിച്ച് പാട്ട് കേട്ടിട്ടുണ്ടോ? രക്ഷയെക്കുറിച്ച് മാത്രം പറയുന്നത്. കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ, അല്ലേ, പാപത്തിൽ നിന്ന് എന്നെ കോരിയെടുപ്പാനായി മുഴുവൻ രക്ഷയെക്കുറിച്ചാണ്. പക്ഷെ നമ്മളത് പാടില്ല. നമ്മൾ ആദ്യത്തെ 2 ലൈൻ പാടും, എന്നോടുള്ള എന്താ സർവ നന്മ എന്ന് കേട്ടാൽ ഉടനെ നമ്മൾ ചിന്തിക്കുന്നത്. ഒരു ദിവസം ഞാൻ ലുലുമാളി നിൽക്കുമ്പോൾ ഒരു പാസ്റ്ററിൻ്റെ അടുത്തുകൊണ്ട് പറഞ്ഞു, ഖത്തറിനൊക്കെ പോയായിരുന്നില്ല? ഞാൻ പറഞ്ഞു പോയായിരുന്നു. നന്മയൊക്കെ കിട്ടിയോ? ഞാൻ പറഞ്ഞു നന്മയൊക്കെ കിട്ടി, പക്ഷെ അത് ചിലവാക്കാൻ എനിക്ക് മനസ്സിലായത് കാശാന്ന്. ചിലവാക്കാൻ ദൈവം സമ്മതിച്ചില്ല. അതുകൊണ്ട് അതിനകത്തൊരു വള്ളിച്ചിരിപ്പ് പോലും മേടിക്കാൻ കർത്താവ് സമ്മതിച്ചില്ല, അത്രേ ഉള്ളൂ. പക്ഷെ നന്മയൊക്കെ കിട്ടി. പുള്ളി ഈ നന്മ എന്ന് ഉദ്ദേശിക്കുന്ന ഇതാ. അപ്പം നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ പാടാൻ പറ്റിയ പാട്ട് ഏതാ? എന്നോടുള്ള നിൻ സർവ്വ. അപ്പം ഓർക്കുന്നേ, വീട് കിട്ടിയത്, കാറ് കിട്ടിയത്, ജോലി കിട്ടിയത്, എന്നിട്ട് താവോട്ട് പാടില്ല. എന്തു ചെയ്യേണ്ടത്? ഞാൻ എന്ത് വേണേലും പാടാം, നീ എനിക്കിനി നന്മ മുടക്കരുത്. നന്മയൊന്നും ആർക്കാ? നേരെ നടക്കുന്ന എത്ര പേരുണ്ടെന്ന് ഇപ്പം നമ്മൾ വായിച്ചത്. അതിന് രസം. അതൊരു പോപ്പ് ഗാനത്തിൻ്റെ ട്യൂണിലുള്ളൊരു പാട്ടാണ്. ആ പോപ്പ് ഗാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ടൊരു പാട്ടാണ്. ഏതായാലും അതിൻ്റെ ട്യൂണിലൊരു ഭക്തിഗാനം ഉണ്ടായെങ്കിൽ അതും എങ്കിലും പാടി നടക്കാം. എന്തോ ഒരു കഷ്ടം. ഓക്കെ, അപ്പോൾ എബ്രഹാമിൻ്റെ ഫെയ്ത്ത് എന്താ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുക. എബ്രഹാമിൻ്റെ അതേ ഫെയ്ത്താണ് നമുക്ക് തന്നേക്കുന്നത്. അതാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതോടുകൂടി നമ്മൾ ഇന്ന് ഞാൻ ഇത്രയും പരത്തി പറയാനുള്ള കാരണം, ഈ റോമാലേഖനം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ മറന്നുപോകും. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ടത് ഈ രീതിയിൽ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഓർക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ഇതിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ എബ്രഹാം എന്താണ് വിശ്വസിച്ചത്? എന്ത് വിശ്വാസം? നമ്മൾ ആദ്യം കാണുന്ന എബ്രഹാമിനെയല്ല അവസാനം കാണുന്നത്. അവസാനം കാണുന്ന എബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ നിൻ്റെ ഏകജാതനായ പുത്രനെ മോറിയ മലയിൽ കൊണ്ട് യാഗം കഴിക്കണമെന്ന് പറയുമ്പം, സോദോമും ഗൊമോറയും നശിപ്പിക്കാൻ നേരത്ത് ദൈവത്തിൻ്റെ കാലിൽ വീണ പോലെ എബ്രഹാം വീണില്ല. അയ്യോ, എനിക്കാകെ ഒരു മോനെ ഉള്ളേ കർത്താവേ, നീയല്ലേ വാഗ്ദത്തം ചെയ്തത്, ഇവൻ്റെ സന്തതി ആകാശത്തിൽ നക്ഷത്രം പോലെ ആവുന്നു, എനിക്കിപ്പോൾ 120 വയസ്സായി, എൻ്റെ ഭാര്യ മരിക്കാറായി, കർത്താവ് ഈ പണി എന്നോട് ചെയ്തല്ലോ എന്നൊന്നും പറഞ്ഞില്ല. സാറായോട് പോലും ചോദിച്ചില്ല. മോനെ വിളിച്ചുകൊണ്ട് നേരെ ഒരു നടപ്പായിരുന്നു. ഞാൻ ആലോചിക്കരുത്, നീ എബ്രഹാമിനെ അല്ല നമ്മൾ നേരത്തെ കാണുന്നത്. ഇതെങ്ങനെ എബ്രഹാം ഇങ്ങനെ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അന്നേ പറഞ്ഞായിരുന്നു, വിശ്വസിച്ച് അന്ന് നീ നീതിമാനാണെന്ന്. അതിപ്പോൾ വെളിപ്പെട്ട് വരുക. എബ്രഹാം ശരിക്കെന്ന് നീതിമാനായായിരുന്നു. ലക്ഷണങ്ങൾ മുഴുവൻ പോയില്ലായിരുന്നു. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പനിക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പച്ച കളറിൽ വൊമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ നീതിമാനായി എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു.
അതിപ്പം നിറവേറി വരുമോ? ഇപ്പം ദൈവം എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന, വിശ്വാസത്തിന് അനുസരണം വന്ന ഒരാളായി എബ്രഹാം മാറിയേക്കുക. ഇതാ ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി. എബ്രഹാം സ്വയം രക്ഷപ്പെട്ടല്ല. എബ്രഹാമിന് ഒരിക്കലും അവൻ്റെ സ്വന്തം സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ല. നിങ്ങൾ സ്വന്തം സ്വഭാവത്തെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതൊരു വണ്ടിക്കകത്തിരുന്ന് വണ്ടി തള്ളുന്ന പോലെയാണ്. ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് എബ്രഹാമിനെ മാറ്റിയത് ദൈവമാണ്. ആ വിശ്വാസം അവൻ്റെ ഉള്ളിൽ അന്ന് ദൈവം കൊടുത്ത വിശ്വാസം നീതിയായി മാറി. എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരാളായിട്ട് എബ്രഹാം മാറി. എബ്രഹാം എന്താ വിശ്വസിച്ചത്? അത് 17-18 വാക്യങ്ങളിലുണ്ട്. ഇത് പഴയ നിയമം വായിച്ച് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലിക ഉപദേശം ഭയങ്കര അത്യാവശ്യമായിരിക്കുന്നത്. നിങ്ങൾ എബ്രഹാമിനെ കുറിച്ച് പ്രസംഗിക്കണ്ടേ? പ്രസംഗിക്കണം. പക്ഷെ ഇത് വായിച്ചിട്ട് വേണം പ്രസംഗിക്കാൻ. എങ്കിലേ അതിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാവുള്ളൂ. 17-18 എന്താ പറയുന്നത് നോക്കി. എന്താ എബ്രഹാം വിശ്വസിച്ചത്? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. അപ്പം എന്താ എബ്രഹാം വിശ്വസിച്ചത്? എന്താ വിശ്വസിച്ചത്? മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. അപ്പം ഇസ്ഹാക്കിനെ കൊണ്ട് പോകുമ്പം അബ്രഹാമിൻ്റെ മനസ്സിൽ എന്തോ? മരിച്ചാലും ഉയർപ്പിക്കാൻ കഴിയുന്ന ദൈവം. ആ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. എൻ്റെ കരണത്തിനോടൊരാൾ അടിക്കുമ്പോൾ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെങ്കിൽ ആദ്യത്തെ അടി തന്നെ എൻ്റെ ബ്രെയിനിൽ നിന്ന് ബ്ലഡ് വരത്തക്ക രീതിയിൽ ഭീകരമായിരുന്നെങ്കിൽ, രണ്ടാമത്തെ അടിക്ക് ഞാൻ തട്ടിപ്പോകുമെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ കരണം കാണിച്ചു കൊടുക്കും? മരിച്ചാലും എനിക്കൊരു പുനരുത്ഥാനം ഉണ്ടെന്ന് വിശ്വസിച്ചാലേ എനിക്ക് മറ്റേ കരണം കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നീതി എങ്ങനെയാണ് വരുന്നത്? മരിച്ചാലും ഉയർപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഈ നീതി ഉണ്ടാകുന്നുള്ളൂ. നീതീകരിക്കപ്പെട്ടതാ. അത് റോമാലേഖനം 1:17. അതൊക്കെ വിശദീകരിക്കാൻ കുറേ സമയം എടുക്കും. നീതീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായപ്പോഴേ നമ്മൾ നീതീകരിക്കപ്പെട്ടു. പക്ഷേ ആ നീതി നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? ഈ മരണഭയം നമ്മളിൽ നിന്ന് പോയി മരിച്ചാൽ ഉയർപ്പിക്കുമെന്നുള്ള വിശ്വാസം എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഞാൻ നീതിമാനായി. എന്നെ ഒരുത്തൻ ചീത്ത പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, തട്ടിക്കളഞ്ഞാലും കുഴപ്പമില്ല. കാരണം ദൈവത്തിൻ്റെ അടുത്താണ് എൻ്റെ നിക്ഷേപങ്ങൾ. മനുഷ്യൻ്റെ സ്വഭാവം എന്താണെന്നറിയോ? ഒരു ഓഫീസിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെക്കാൾ മിടുക്കനായ ഒരാളെ ഓഫീസിൽ വരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളത്തിരുന്ന് പറയും, നിൻ്റെ ശത്രു വരുന്നുണ്ട്, നിൻ്റെ പണി പോകാൻ സാധ്യതയുണ്ട്, അവനെ ഒതുക്കാമെങ്കിൽ ഒതുക്കിക്കോ പറയും. പക്ഷെ കർത്താവിൻ്റെ ആത്മാവ് പറയും, മരിച്ചാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ദൈവം നിന്നെ രക്ഷിച്ചിട്ടുണ്ട്. ഒന്നുമില്ലാത്തവനായി പോയാലും നിന്നെ നടത്താനൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഭയപ്പെടണ്ട. കൂടി വന്നങ്ങ് ചത്തുപോയിരിക്കും, അത്രയേ ഉള്ളൂ. കർത്താവിൻ്റെ കൂടെ ഇരിക്കാം. ഈ ഫെയ്ത്ത് ഉള്ളവർക്കേ ഈ നീതിയുള്ളൂ. ശരിയാണോ? വിശ്വാസമല്ല നീതി. മനസ്സിലായോ? അതേ സമയത്ത് അടുത്ത വർഷക്കാലം ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നു ബ്രദറെ എന്ന് പറഞ്ഞ് നടക്കുന്നതിനടുത്ത് കർണക്കുറ്റി നോക്കി അടിച്ചാൽ അവൻ ഓടി രക്ഷപ്പെടും. കാരണം അടുത്ത വർഷമായിട്ടില്ല, അനുഗ്രഹത്തിന് വേണ്ടി അവൻ കാത്തിരിക്കുന്നു. ശരിയാണോ? നിന്നെ കല്യാണം കഴിക്കാൻ ഒരുത്തൻ കാനഡയിൽ നിന്ന് വരുമെന്ന് പ്രവചിച്ചിരിക്കുകയാണെങ്കിൽ, ഒരു പെൺകുട്ടിയോട് പ്രവചിച്ചിരിക്കുകയാണെങ്കിൽ അവൾ സുവിശേഷവേലയ്ക്ക് ഇറങ്ങുമോ? കർത്താവ് വരണമെന്ന് ആഗ്രഹിക്കും. ആദ്യം കാനഡ ഒന്ന് കാണണമെന്ന് വിചാരിക്കും. അവിടെ പോയി എന്താ വെള്ളച്ചാട്ടം, എൻ്റെ പേര് നയാഗ്ര, അതിലൊക്കെ ഒന്ന് കറങ്ങി നടന്ന് അവൻ്റെ ശബ്ദമൊക്കെ കേട്ട് ഭാര്യയും ഭർത്താവ് ഇടുന്നു ഒന്ന് ആഘോഷിച്ച് 2-3 വർഷം കഴിഞ്ഞിട്ട് കർത്താവ് വന്നു. കാരണം മോഹങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുക ഈ കള്ളന്മാരെല്ലാം കൂടെ ചേർത്ത്. സോ എബ്രഹാമിൻ്റെ ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു ഫെയ്ത്ത് ഇന്നില്ല. ഇത് പറയുമ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ ദുരുപദേശം പറയുന്നു. റോമാലേഖനം പ്രസംഗിക്കാൻ തുടങ്ങി കഴിഞ്ഞ ഉടനെ ആൾ ദുരുപദേശകനെ. എന്ത് പ്രസംഗിക്കണം? സങ്കീർത്തനം. അവൻ്റെ കുഞ്ഞുങ്ങളെ പാറമേലടിച്ച് കൊന്നുകളയുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സന്തോഷം. അതെന്ത് പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്? ഏത് കവനൻ്റിൻ്റെ ഇടയിലാണ് പറഞ്ഞത്? അതൊന്നും പ്രശ്നമല്ല. സങ്കീർത്തനം വായിച്ചു, ഞായറാഴ്ച ആരാധനയായി, സന്തോഷമായി. അത് കഴിഞ്ഞാലും നമുക്ക് ഈ എക്സൈറ്റ്മെൻറ്റ് വന്ന് നമ്മൾ അന്യഭാഷ പറയാൻ നമുക്ക് കർത്താവിൻ്റെ കാര്യമൊന്നും പറയണമെന്നൊന്നുമില്ല. അത് ഞാൻ കണ്ടിട്ടുണ്ട്. നേരത്തെ നാളുകൾക്ക് മുമ്പ് ഒരു ചർച്ചിൻ്റെ ഏജിയായിട്ട് എനിക്ക് ഏജിയുടെ ഒരു മീറ്റിങ്ങാണ്. അത് 2002 ഡിസംബറിൽ നടന്ന മീറ്റിംഗ്. അന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു ദുരുപദേശകൻ സ്റ്റേജിൽ നിന്ന് പറയാണ്, കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ അവൻ ദൈവമല്ലായിരുന്നു. ഹല്ലേലൂയ. എല്ലാവരും
PhD ഉള്ള തിയോളജിയന്മാരും അല്ല വൈബ്രേഷൻ മാത്രം ശ്രദ്ധിച്ചുള്ളൂ, എന്താ പറഞ്ഞെന്ന് ശ്രദ്ധിച്ചില്ല. എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞു. നമ്മൾ വൈബ്രേഷൻ മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ പാട്ടിനിടയിൽ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ഈ പാട്ട് മാറ്റിയിട്ട് സിനിമ പാട്ട് വിളിച്ചു കൊടുത്താലും അവർ അതുപോലെ തന്നെ ചെയ്യും. ബിക്കോസ് ദേ ആർ ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ ദ റിതം. ദാറ്റ് റിതം ഇൻഡ്യൂസസ് ദാറ്റ് എക്സ്റ്റസി. അത്രയും മതി. അപ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കുന്നുള്ള വിശ്വാസം. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ബൈബിളിൽ ആദ്യമായിട്ട് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം എന്നുള്ള വിശ്വാസം കാണുന്ന എബ്രഹാമില. അതിനു മുമ്പ് അത് കാണുന്നില്ല. അവിടെ ഉള്ളിലുണ്ടായിരിക്കാം, പക്ഷെ നമ്മളത് കാണുന്നില്ല. ഹാബേൽ യാഗം അർപ്പിക്കുമ്പോഴെല്ലാം ഒരു പുനരുത്ഥാനത്തിൻ്റെ ഒരു ലാഞ്ചന, ഒരു നിഴൽ അവിടെയുണ്ട്. ഹാബേൽ യാഗം അർപ്പിക്കുമ്പോൾ എന്തിനാ യാഗം കൊണ്ടുള്ള പ്രയോജനം? അന്ന് തന്നെ മരിച്ചു പോയല്ലേ. ഒരു പുനരുത്ഥാനം ഇല്ലെങ്കിൽ ആ യാഗം വെറുതെ അല്ലേ. അപ്പോൾ പഴയ നിയമത്തിൽ ഏത് ഭാഗം വായിച്ചാൽ അവിടെ എല്ലാം ഈ പുനരുത്ഥാനത്തിൻ്റെ ഒരു നിഴലുണ്ട്. മോശ എന്തിനാ ക്രിസ്തുവിനെ നിന്ന് തിരഞ്ഞെടുക്കുന്നത്? പുനരുത്ഥാനത്തിന് വേണ്ടിയാണ്. ഈ കുറച്ചുകൂടെ ശ്രേഷ്ഠമായൊരു പുനരുത്ഥാനം ലഭിക്കുമെന്ന് വിചാരിച്ചു. എബ്രഹാം ആണ് ആദ്യം വിശ്വസിക്കുന്നതെന്നാണ് പൗലോസ് പറയുന്നത്, മരിച്ചവർ ഉയർപ്പിക്കുന്ന ദൈവം. അപ്പോൾ എബ്രഹാമിനറിയാം ഇനി ഇസ്ഹാക്ക് മരിച്ചോട്ടെ എന്ന ദൈവത്തിൻ്റെ ഹിതമെങ്കിലും ഇസ്ഹാക്കിനെ ജീവനോടെ പുനരുത്ഥാനം ചെയ്യിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അത് മാത്രമല്ല, ഇനി ഇസ്ഹാക്ക് മരിച്ചോട്ടെ എന്നാണ് ദൈവത്തിൻ്റെ പ്ലാനെങ്കിലും കുഴപ്പമില്ല, ഇല്ലാത്തടത്ത് നിന്ന് ഉള്ളതുപോലെ മക്കളെ വിളിച്ചു വരുത്തി എനിക്ക് തരാൻ ദൈവത്തിന് പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും എബ്രഹാമിന് നിറവേറി. ഒന്ന്, ഇല്ലാത്തടത്ത് നിന്ന് ഉള്ളത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് എന്ന പോലെ ഇസ്ഹാക്കിനെ തിരിച്ചു പ്രാപിച്ചെന്ന് എബ്രായ ലേഖനത്തിൽ എഴുതുന്നു. രണ്ട്, ഇല്ലാത്തടത്ത് നിന്ന് കിട്ടിയ പോലെ നമ്മളെ കുറേ പേരെ എബ്രഹാമിന് മക്കളായി ലഭിച്ചു. അതുമാത്രമല്ല എബ്രഹാമിൻ്റെ ലൈഫിൽ സംഭവിച്ചത്, ഇനിയുണ്ട്. ഇന്നെല്ലാ കുടുംബത്തിലും ഒരു കൊച്ചൊക്കെ ഉള്ളൂ. പണ്ടൊക്കെ 8ഉം 10ഉം പിള്ളേർ 18 പിള്ളേരൊക്കെ ഉണ്ടായിരുന്ന കുടുംബങ്ങളുണ്ട്. ഒരു കൊച്ചേ ഉള്ളുവെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീട് അവർക്ക് കൊടുത്താൽ മതി, പ്രത്യേകിച്ച് വേറെ വീട് പണിയണ്ട. 2 പിള്ളേരുണ്ടെങ്കിൽ ഒരു വീട് പണിയണം. 10 പിള്ളേരുണ്ടെങ്കിലോ 9 വീട് പണിയണം. ഓ മൈ ഗോഡ്. 100 പിള്ളേരുണ്ടെങ്കിലോ 99 വീട് പണിയണം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പിള്ളേരുണ്ടായാലോ? എബ്രഹാം ഇസ്ഹാക്കിനോട് എന്താ പറയണ്ടേ? മോനെ, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആയിരിക്കും. അതുകൊണ്ട് ചെറിയ വീടിലൊന്നും ഒതുങ്ങരുത്. നീ വിഷൻ പ്രാപിക്കണം, ദർശനം പ്രാപിക്കണം. പോകുന്നിടത്തെല്ലാം പട്ടണങ്ങൾ പണിതോണം. പട്ടണങ്ങൾ പണിത് നമുക്ക് ഭൂമിയെ നിറയ്ക്കണം. അതുകൊണ്ട് സമ്പാദിക്കാൻ മടിക്കരുത് മോനെ എന്നല്ല എബ്രഹാം പറഞ്ഞത്. എബ്രഹാം പറഞ്ഞത്, ഇത്രയും മക്കൾ നമുക്കുണ്ടാകുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ശില്പിയായി പണിയുന്ന അടിസ്ഥാനമുള്ളൊരു നഗരവും കൂടെ ദൈവം അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടാകും മോനെ. അതുകൊണ്ട് നമുക്ക് ടെൻറ്റ് മതി. ഇത് പുതിയ നിയമവിശ്വാസമാണ്, പഴയ നിയമവിശ്വാസമാണ്. എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കനാൻ ദേശത്ത് ചെന്നിട്ടും എബ്രഹാം പറഞ്ഞത് ഇതല്ല കനാൻ ദേശം, എൻ്റെ ഉള്ളിൽ മതിയാകുന്നില്ല, തൃപ്തിയാകുന്നില്ല. ദൈവം ശില്പിയായി പണിയുന്ന അടിസ്ഥാനമുള്ളൊരു നഗരം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിവിടെ പരദേശികളെ പോലെ ടെൻ്റ് അടിച്ച് താമസിച്ചാൽ മതി. അതാണ് ഈ പുനരുത്ഥാനത്തിലെ വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഇന്ന് ജനങ്ങൾ ശക്തി ഇല്ലാത്തവരായിരിക്കുന്നതിൻ്റെ കാരണം അവർ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്താണെന്ന് അറിയുന്നില്ല. നിങ്ങൾ പുനരുത്ഥാനം പ്രാപിക്കുമെന്ന് നിശ്ചയമായി വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം മരിച്ചാൽ സ്വർഗത്തിലായിരിക്കുന്നു വിശ്വസിക്കുന്നവൻ എന്താ ആങ്സൈറ്റി? ഒന്നുമില്ല. അതുകൊണ്ട് മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറിയതുപോലെയാണ്. അതാണ് അവൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്. ഈ ഭൂമിയിലല്ല ഈ വാഗ്ദത്തം, നിത്യമായ തേജസ്സിൻ്റെ രാജ്യത്തിലാണ്. ഇനി നമുക്ക് ഇത് നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. അതിന് റോമാലേഖനത്തിലെ 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 3 വാക്യങ്ങളൂടെ വായിക്കണം. ഫൈനൽ 3 വേഴ്സസ്.
അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. അപ്പോൾ ഈ കണക്കിടുന്നത് സെയിമാണ്. എബ്രഹാമിന് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമുക്കും കണക്കിടുന്നത്. അപ്പോൾ വിശ്വാസം നീതിയായി കണക്കിട്ടു എന്ന് എബ്രഹാമിന് എഴുതിയിരിക്കുന്ന എബ്രഹാമിനെ സംബന്ധിച്ച് മാത്രമല്ല, അത് നമ്മെ സംബന്ധിച്ചും കൂടെ ആകുന്നു. എങ്ങനെയാണ്? എന്താ നമ്മൾ വിശ്വസിക്കേണ്ടത്? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളത് തന്നെ. അപ്പോൾ ശരിക്കും നമ്മൾ കർത്താവിനെ പിതാവ് മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിച്ചാൽ നമ്മൾ നീതിമാന്മാരായി മാറും. പക്ഷെ ഇത് അത്ര സിമ്പിളല്ല. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റോ നിങ്ങളുടെ കത്തോലിക്കിനോട് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ അതുകൊണ്ടല്ലേ ഈസ്റ്ററിന് കള്ളു കുടിച്ച് ബോധം കെട്ടി ഒരു ദിവസം കിടക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ പുനരുത്ഥാനത്തിൻ്റെ കാര്യം മിക്കവാറും ഒത്തിരി പേരും അംഗീകരിച്ചെന്ന് വിചാരിച്ചുകൊണ്ട്, ബുദ്ധിപരമായി അംഗീകരിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് അവർ സ്വർഗത്തിൽ പോകുന്നില്ല. പിന്നെ എന്താണ് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്? എന്താണ് ഇതിൻ്റെ വ്യത്യാസം? ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 2 ക്ലൂ ഉണ്ട്. ഒന്ന്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരിച്ചു. അപ്പം മരണത്തിൻ്റെ കാരണം എന്താണ്? ഇനി പുനരുത്ഥാനത്തിൻ്റെ കാരണം എന്താണ്? നമ്മുടെ നീതീകരണം നിമിത്തം. ഇതേ വാക്യം നമ്മൾ റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലും വായിക്കുന്നുണ്ട്. എന്താണ്? അവനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അടുത്ത വാക്യം എന്താ? ഹൃദയം കൊണ്ട് ഹൃദയം കൊണ്ട് എന്ത് വിശ്വസിക്കണം? എന്ത് വിശ്വസിക്കണം? മരിച്ചവരുടെ നിന്ന് പിതാവ് അവനെ ഉയർപ്പിച്ചു. എന്തിനു വിശ്വസിക്കണം? നീതിക്കായി. അപ്പോൾ പുനരുത്ഥാനത്തിലെ വിശ്വാസത്തിന് നമ്മുടെ നീതിയുമായി ബന്ധമുണ്ട്, നമ്മുടെ നീതീകരണവുമായി ബന്ധമുണ്ട്, അല്ലേ? 2 വാക്യങ്ങൾ അത് തന്നെയല്ലേ പറയുന്നത്. എന്തിനാണ് നമ്മൾ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നത്? നമ്മുടെ നീതീകരണത്തിനായി. അപ്പോൾ വെറുതെ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചാലും പോരാ. അവിടെ പറയുന്ന പിതാവ് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് തന്നെ വിശ്വസിക്കണം. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. യേശു ക്രിസ്തു തന്നെ എഴുന്നേറ്റ് പോയതാണോ അതോ പിതാവ് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതാണോ എന്നൊരു ചോദ്യം. കാരണം കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ, പിതാവ് 3 ദിവസം കൊണ്ട് ഇതിനെ പണിയെന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നെ വേറൊരിടത്ത് കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ജീവനെ വെച്ചു കൊടുക്കുവാനും തിരിച്ചെടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്. പിന്നെയും കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവിന് വേണമെങ്കിൽ തന്നെ എഴുന്നേറ്റ് പോകാമായിരുന്നു. ആ ദുരുപദേശക്കാർ പറഞ്ഞതുപോലെ മരണസമയത്തും യേശു ദൈവം തന്നെ ആയിരുന്നു. ദൈവത്തിന് ഒരു നിമിഷം പോലും ദൈവമല്ലാതിരിക്കാൻ സാധ്യമല്ല. കാരണം ദൈവത്തിൻ്റെ ക്യാരക്ടർ എറ്റേണലാണ്, നിത്യമാണ്. അതിന് മാറ്റം വരുത്താൻ പറ്റത്തില്ല. കാരണം ഗോഡ് ഈസ് ഇമ്മ്യൂട്ടബിൾ. ക്രൈസ്റ്റ് ഈസ് ഗോഡ് ഓൾ ടൈം. അപ്പോൾ ഇതിനകത്ത് പിതാവ് എഴുന്നേൽപ്പിക്കുന്നുള്ള പ്രസക്തി എന്താണ്? ഇവിടെയാണ് എബ്രായ ലേഖനം മുഴുവനും ഈ വാക്യത്തിനകത്തേക്ക് നമുക്ക് ഇടയ്ക്ക് വയ്ക്കാം. 13 അധ്യായങ്ങൾ വായിച്ചിട്ട് ഇനി ഇതിൻ്റെ അവസാനത്തെ വാക്യം വായിച്ചാൽ മതി. എബ്രായ ലേഖനത്തിൽ അതാ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ പുനരുത്ഥാനം, ഈ യാഗം നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി മാറിയത്. നമുക്ക് എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം മാത്രം വായിക്കാം. ഒരു വാക്യമല്ല, ഒരു സെറ്റ് ഓഫ് വാക്യങ്ങൾ. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, 7, 8, 9 വാക്യങ്ങൾ, അല്ല 7 മാത്രം വായിച്ചു. 7, 5-ൻ്റെ 7. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അപയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഈ ഒരു കാര്യം നിങ്ങൾ നോക്കുമ്പോൾ ഒരു ചോദ്യം വരുന്നത്, ഏത് മരണത്തിൽ നിന്നാണ് കർത്താവ് രക്ഷപ്പെട്ടത്? പറയാം. ശാരീരിക മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ? ഇല്ല. പിന്നെ ഏത് മരണത്തിൽ നിന്നാണ് കർത്താവ് കരഞ്ഞു വിളിച്ച് ഭയഭക്തിയോടെ രക്ഷപ്പെട്ടത്?
പാപത്തിൽ നിന്നുള്ള മരണത്തിൽ നിന്നോ? നോ നോ നോ. യേശുക്രിസ്തു പാപം ചെയ്യാവുന്നൊരു സാധ്യതയെ അവിടെ ഉണ്ടാകുന്നില്ല. ദൈവത്തിന് ഒരിക്കലും ആത്മീക മരണമില്ല. പിന്നെ എന്ത് മരണത്തിൽ നിന്നാണ് കർത്താവ് പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടത്? എന്തായിരിക്കും? ഇനി നമുക്ക് അടുത്ത 2 വാക്യം അവിടെ വയ്ക്കാം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. ഈ 3 വാക്യങ്ങളവിടെ വെച്ചിട്ട് 6-ാം വാക്യവും 10-ാം വാക്യം കൂടെ വായിച്ചു നോക്കി. 7, 8, 9 അതിനെ കവർ ചെയ്യുന്ന വാക്യങ്ങൾ. 6-ാം വാക്യം, അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. 10-ാം വാക്യം വായിച്ചേ. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ 6-ാം വാക്യവും 10-ാം വാക്യവും പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചല്ലേ? അപ്പോൾ 7, 8, 9 ആ പൗരോഹിത്യത്തിൻ്റെ വിശദീകരണമായിരിക്കണമല്ലോ. അപ്പുറത്തൊരു ബ്രെഡ്, ഇപ്പുറത്തൊരു ബ്രെഡ്, നടുക്ക് സാൻഡ്വിച്ച്, അതുപോലെയല്ലേ അത്? അപ്പം ആദ്യത്തെ ബ്രെഡ് എന്താണ്? മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യം. അതുപോലെ തന്നെയല്ലേ താഴത്തെ ബ്രെഡും മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യം. ഇതിന് നടുക്കിൽ ആ പൗരോഹിത്യം എന്താണെന്ന് പറഞ്ഞേക്കുമല്ലേ? ആണോ? അപ്പോൾ പൗരോഹിത്യത്തിൽ യേശു ക്രിസ്തു ആരുടെ അതിക്രമങ്ങൾ നിമിത്തമാണ് മരിക്കുന്നത്, യാഗം കഴിക്കുന്നത്? ചില മിടുക്കന്മാർ പറയുന്നത് യേശു ക്രിസ്തു രക്തം കൊടുത്തു നമ്മളെ വിലയ്ക്ക് വാങ്ങി. ആർക്ക് കൊടുത്തു? നമ്മളെ ആരാ കസ്റ്റഡി വെച്ചോണ്ടിരുന്നേ? സാത്താൻ അല്ലേ? ആരുടെ കസ്റ്റഡിയിലാണ് നമ്മൾ കിടന്ന്? സാത്താൻ്റെ കസ്റ്റഡിയിലല്ലേ? അപ്പോൾ വിലയ്ക്ക് വാങ്ങണമെങ്കിൽ ആർക്ക് കൊടുക്കണം? അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ദൈവം സാത്താൻ യേശുക്രിസ്തു രക്തം കൊടുത്തിട്ട് നമ്മളെ സാത്താൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ യാഗം അർപ്പിച്ചത് ആരുടെ മുമ്പിലായിപ്പോയി? ഈ പറയുന്നവർക്ക് അങ്ങ് പറഞ്ഞാൽ മതി. ഇതിൻ്റെ പുറകിന് ചിന്തിക്കുന്ന നമ്മളാണ് അന്തം വിട്ടു പോകുന്നത്. ഇവർ വായി വരുന്ന പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. ഞാനിങ്ങനെ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ യാഗം എന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പിലാണ്, പിതാവിൻ്റെ പ്രസാദത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഏത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും കർത്താവ് പ്രാർത്ഥിച്ചത്? തന്നെ എഴുന്നേറ്റ് വേണമെങ്കിൽ പോകാമായിരുന്നു മരണത്തിൽ നിന്ന്, അല്ലേ? പോകാമായിരുന്നു അല്ലേ? എന്താ പോകാഞ്ഞത്? കൂടെ നമ്മളെപ്പോലെയുള്ള കുറേ എണ്ണം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, പിതാവിനോട് പറഞ്ഞു, പിതാവേ നീ എന്നെ രക്ഷിക്കണം. പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ മോനെ, നിനക്ക് ഈസിയായിട്ട് രക്ഷപ്പെട്ട് പോരാലോ. ഇതിനിടയിൽ ചെയ്സ് എന്ന് പറഞ്ഞ ഒരുത്തിനും കിടപ്പില്ല. അവൻ കരയുന്ന പോലെ കരയണം, കാരണം അവനും കൂടെ പോരണ്ടേ. അപ്പം നമ്മൾ കരയേണ്ട എല്ലാ കരച്ചിലും ആര് കരഞ്ഞേ പറ്റൂ? എന്നിട്ട് പിതാവിനോട് പറയാം, പിതാവേ എന്നെ എഴുന്നേൽപ്പിക്കണം. അപ്പം എന്നെ എഴുന്നേൽപ്പിക്കണേ നല്ല പ്രാർത്ഥന. ആരൊക്കെ അതിൻ്റെ കൂടെ എഴുന്നേൽക്കുന്നത്? നമ്മളെയൊക്കെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയും കൂടെയാണ്. അപ്പോൾ പിതാവ് പറയാണ്, ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ കൂടെ ആരൊക്കെ എഴുന്നേറ്റു? നമ്മളെല്ലാം എഴുന്നേറ്റു. ഏലിയാവ് യാഗം കഴിച്ചപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ഏലിയാവിൻ്റെ യാഗം സ്വീകരിച്ചു. അതുപോലെ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറക്കപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ പിതാവ് പറഞ്ഞു, നീ ഇങ്ങ് എഴുന്നേറ്റ് പോരെ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാട് ആർക്കെല്ലാം വേണ്ടി മരിച്ചോ അവരെല്ലാവരും എഴുന്നേറ്റു. അപ്പോൾ യേശുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ ഒരു കാര്യം മനസ്സിലായി, ഞാൻ അകത്താണ്. എത്ര പേര് അകത്തുണ്ട്? അകത്ത് കയറിയോ? എന്തൊരു സന്തോഷമാണത്! ഈ വിശ്വാസം ആരുടെ ഉള്ളിൽ വരുന്നു? പിതാവ് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ പുനരുത്ഥാനം ചെയ്യിപ്പിച്ച പിതാവെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നെ ദൈവം ക്ലിയർ ചെയ്തിരിക്കുന്നു. എൻ്റെ അകൃത്യം ഇനി കണക്കിടുന്നില്ല, എൻ്റെ പാപം മറയ്ക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ ലംഘനങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ പുത്രനായി മാറിയിരിക്കുന്നു, എന്നെ ദൈവം സ്വർഗത്തിൽ കടത്താൻ പറ്റുന്ന നീതിമാൻ എന്ന് എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് പുത്രൻ്റെ പുനരുത്ഥാനത്തിലൂടെയാണ് ഈ നീതീകരണം എനിക്ക് സംഭവിക്കുന്നത്. എത്ര ഭയങ്കര ഫെയ്ത്ത് അല്ലേ! ഇത് വിശ്വസിച്ചാൽ നമ്മൾ അകത്താണോ പുറത്താണോ? ഇത് വിശ്വസിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലെ സംശയങ്ങൾ പോകുന്നതായിട്ട് തോന്നുന്നില്ലേ? ഇല്ലേ? അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ഫെയ്ത്ത് റോമാലേഖനത്തിനകത്ത് വെച്ചിട്ട് ഇത് വായിക്കാതെ നമ്മൾ വിഷയങ്ങളുടെ വിടുതൽ എന്ന് പറഞ്ഞ് നടക്കുന്നതിൻ്റെ വേദന, ഈ തലമുറ മുഴുവൻ സത്യമറിയാതെ നശിച്ചു പോകുമ്പം കോന്നി എന്ന് പറയുന്ന പട്ടണത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു സഭ ഉണ്ടെന്ന്, ഒരു വെളിച്ചമുണ്ടെന്ന്, ദൈവത്തിൻ്റെ ശബ്ദം ഇവിടെ കേൾക്കാമെന്ന് നാട്ടുകാർ പറയുന്നൊരു കാലം വരണം. Then the church becomes the light of this world. ഇവിടുന്ന് മിഷണറിമാർ പോകും, മരിക്കാൻ തയ്യാറാകുന്ന മിഷണറിമാർ ഇവിടുന്ന് പോകണം.
സത്യോപദേശം പഠിപ്പിക്കുന്ന ശുശ്രൂഷകർ ഈ സഭയിൽ ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ ഈ ലേഖനങ്ങളുടെ, അപ്പോസ്തലിക ലേഖനങ്ങളിലൂടെ പോകണം. അല്ലാതെ ഏതോ പാസ്റ്ററിന് അനോയിന്റിങ് ഉണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പിൽ പോയി തലയിൽ കൈവച്ച് വല്ലതും വാങ്ങിച്ചുകൊണ്ട് പോയാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ യാചിക്കുന്നവരും ഒന്നും പ്രാപിക്കാത്തവരും വല്ലാതെ യാചിക്കുന്നവരുമായിട്ടിരിക്കും. നമ്മൾ കർത്താവിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഈ അധമ വിശ്വാസം കൊണ്ട്. ഈ ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ നിന്ദിച്ചിരിക്കുന്ന ഈ കാലത്തിൽ ഈ വിശ്വാസത്തിന് പ്രസക്തിയുണ്ട്. കർത്താവെ, നിൻ്റെ യാഗത്താൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. ഇനി വർഷിപ്പ് ചെയ്യുമ്പം പറയേണ്ടത് എന്നാണെന്നറിയാം, ഇത്രത്തോളം നടത്തി കഴിഞ്ഞ ആഴ്ച തൊട്ട കാലം മുഴുവൻ എന്ന് പറഞ്ഞുകൊണ്ട് വൈബ്രേഷൻ ഈ വഴിക്ക് വരരുത്. വാ തുറന്ന് പറയണം, എനിക്ക് വേണ്ടി മരിക്കാനൊരു കുഞ്ഞാടുണ്ടായതിനായ സ്തോത്രം. ഞാൻ കൊള്ളേണ്ട അടി മുഴുവൻ, ഞാൻ മരിക്കേണ്ട ശാപമരണം മുഴുവൻ ആ കുഞ്ഞാട് അനുഭവിച്ചതിനായി സ്തോത്രം. അതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ട് ഇപ്പുറത്തൊന്നും പുകഴുവാനില്ലാത്തവനായി ഇപ്പുറത്ത് നിൽക്കുന്നു. എത്ര മനോഹരമാണ് കൃപയുടെ സുവിശേഷം. ഇതാ ഈ എന്താ അവൻ്റെ പേര്, എന്തോ ഒരു കണ്ണുനീരുണ്ടല്ലോ, എൻ്റെ പേര് മറന്നുപോയി, സജിത്ത് കണ്ണുനീർ. അവർ പറയുന്നത് പോലെ ഓക്കെ, ആ സാധനമല്ല ഇത്. ഇതിൻ്റെ പുറകിലൊരു വലിയ വിലയുണ്ട്. അത് കുഞ്ഞാടിൻ്റെ രക്തമാണ്, അവൻ്റെ ജീവനാണ്, അവൻ്റെ വിയർപ്പും അധ്വാനവുമാണ് നമ്മുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് വി പുഷ് അറൗണ്ട്. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് വി ത്രോ ടു ദ ഡോഗ്സ്. ഇത് അതിവിശുദ്ധമായതും ദൈവത്തിന് പ്രിയപ്പെട്ടതുമായ ഒരു ജനത്തെ സൃഷ്ടിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഭാഗമാണ്. ഈ വിശ്വാസമുള്ളവർ, ക്രിസ്തു മാത്രം എൻ്റെ നീതിയും വിശുദ്ധിയും, അവനിലല്ലാതെ വേറൊരു ആശ്രയമില്ല. അതുകൊണ്ട് തന്നെ രക്ഷയുടെ വാഗ്ദത്തിൽ എനിക്ക് ഇത്ര ഉറപ്പ്. എനിക്കറിയാം ഐ വിൽ ബി ദെയർ. കാരണം കർത്താവിന് സ്വന്തം പുത്രനെ എന്നെപ്പോലൊരു പാപിക്ക് വേണ്ടി ഏൽപ്പിച്ചു തരാമെങ്കിൽ ഞാൻ മകനായി കഴിയുമ്പോൾ അവൻ എന്തു തന്നെ എനിക്ക് തരികയില്ല. അവിടെയാണ് 5-ാം അധ്യായത്തിൻ്റെ മനോഹരമായ തുടക്കം. ഈ 5-ാം അധ്യായത്തിൻ്റെ തുടക്കം നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല, ഒരു കൺക്ലൂഷന് വേണ്ടിയാണ് നമ്മളത് വായിക്കുന്നത്. 5-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, അതാണ് ഇപ്പം സംഭവിച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തുണ്ട്? കർത്താവായ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ മൂലം നമുക്ക് ദൈവത്തോട് ഇപ്പോൾ ഭയങ്കര സമാധാനമാണ്. എപ്പോൾ വേണേലും കൃപാസനത്തിലേക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാം. എനിക്കൊരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. അതുമാത്രമല്ല, നാം ഇപ്പോൾ നിൽക്കുന്ന ഈ കൃപയിലേക്ക് ഒരർഹതയില്ല. കടമായിട്ടല്ല, കൃപയായിട്ടാണ് കണക്കിടപ്പെട്ടിരിക്കുന്നത്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അതും മാത്രമല്ല, അടുത്ത വാക്യം പറയാണ്, ഇങ്ങനൊരു പ്രവേശനം ലഭിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഞങ്ങൾ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങൾ കൈവിടപ്പെട്ടു പോവുകയില്ല. ഇതൊരു തിയോളജി അല്ല, ഇത് ഫെയ്ത്താണ്. എന്നെ രക്ഷിച്ച ദൈവം എന്നെ അന്ത്യം വരെ നടത്തുവാൻ ശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ഈ കൃപയിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, എനിക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയിൽ ഞാൻ പ്രശംസിക്കുന്നു. എനിക്ക് പ്രത്യാശ ഗാനങ്ങൾ ധൈര്യമായി പാടാം. പാടല്ലേ? രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ആരെ കൊണ്ടുപോകാൻ? എന്നെ കൊണ്ടുപോകാൻ. ഞാൻ പോകും. നമ്മൾ പാടുമ്പോൾ പലയിടത്തും ഇവർ പാടുന്നുണ്ടെങ്കിൽ ആരെ കൊണ്ടുപോകാനെന്ന് അറിയാൻ മേല. അവർ പോകുന്ന ഉറപ്പില്ലാത്തതുകൊണ്ട് ഇവർ ചുമ്മാ പാടി വിടുന്നതാണ്. പക്ഷെ നമ്മളത് പാടുമ്പോൾ നമുക്കറിയാം നമ്മളെ കൊണ്ടുപോകാൻ. അതാണ് ഈ വിശ്വാസത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. ദ ലോർഡ് ഡൈഡ് ഫോർ മീ ആൻഡ് ദ ഫാദർ റേസ്ഡ് ഹിം ഫ്രം ദ ഡെഡ്. അതുകൊണ്ടാണ് എനിക്കൊരു പ്രത്യാശയുള്ളത്. ഈ പ്രത്യാശയെക്കുറിച്ച് പറയുന്നത് അടുത്ത വാക്യം, കുറച്ച് 10-ാം വാക്യത്തിലേക്ക് വരാം. 10-ാം വാക്യം 7 തൊട്ട് വായിക്കാം. 7 തൊട്ട് ഓക്കെ, 6 തൊട്ട് വായിക്കാം. നാം ബലഹീനരായിരിക്കുമ്പോൾ, ഇപ്പം കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ നമ്മൾ ആരൊക്കെയായിരുന്നു? 3 കാര്യങ്ങളോട് പറയുന്നത്. ഒന്ന് ബലഹീനരായിരിക്കുമ്പോൾ, മറ്റൊന്ന് പാപികളായിരിക്കുമ്പോൾ, അത് 8-ാം വാക്യത്തിലാണ്. ഓക്കെ, താഴോട്ട് വരുമ്പോൾ പിന്നെ പറയുന്നതെന്നറിയോ? ശത്രുക്കളായിരിക്കും. ഒരു ഗുണവും ദൈവത്തിനില്ല, ഉപദ്രവം മാത്രമേ ഉള്ളൂ. ഉപദ്രവം മാത്രമല്ല, നമ്മളെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാത്തപ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ നാട്ടിൽ നോക്കിയാൽ നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് വളരെ അപൂർവമാണ്. ഗുണവാന് വേണ്ടി മരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ കാണും. ആരാ നീതിമാൻ, ആരാ ഗുണവാൻ? നീതിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചില സാർമാർ അങ്ങനെയാണ്, ഭയങ്കര നീതിമാന്മാരാണ്. അവർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ, പണ്ട് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് കോപ്പി എഴുതുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അക്ഷരം നന്നാവാൻ വേണ്ടി. കോപ്പി ബുക്കുകൾ ഇങ്ങനെ അടുക്കി ഫ്രണ്ടിൽ കാണും. ഞങ്ങൾക്കൊരു സാറുണ്ടായിരുന്നു, പുള്ളി വന്നു കഴിഞ്ഞാൽ ആദ്യം ഇത് എണ്ണി നോക്കും, എന്നിട്ട് അറ്റൻഡൻസ് നോക്കി എത്ര പേര് പ്രസൻ്റ് ആയെന്നോട് എഴുതി വെച്ചിട്ടുണ്ടാവും, അത് നോക്കും. നമ്പറിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ എഴുന്നേൽപ്പിക്കും. പിന്നെയുള്ള അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പുള്ളി തന്നെ ഒരു വിരലെ നിന്നുകൊണ്ടാണ് അടിക്കുന്നത്, ആകാശത്തു നിന്നാണ് വടി വരുന്നത്. ഈ പുള്ളി ഭയങ്കര സ്ട്രിക്റ്റാണ്. പക്ഷെ അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നതിനറിയാം, ഇങ്ങനെയൊരു ജലദോഷമെങ്കിലും വരണേ കർത്താവേ. ഒരു പനി പിടിച്ചൊന്ന് കിടന്ന് 2 ദിവസം ഒരു ഫ്രീ ആവുകയാണ്. പക്ഷെ അയാൾ ജലദോഷമാണെങ്കിലും വരും, പനിയാണെങ്കിലും വരും, മാസ്ക് ഇട്ടുകൊണ്ട് വരും. ഭയങ്കര നീതിമാനാണ്, മേടിക്കുന്ന കാശിന് ജോലി ചെയ്യും. ആ പ്രശ്നം. അയാൾക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുമോ? അയാൾ മരിച്ചു കാണാനാണ് ബാക്കിയുള്ളവർ ആഗ്രഹിക്കും. എന്നാൽ ചില ഗുണവാന്മാരായ സാർമാരുണ്ട്, അവർ മിക്കവാറും ക്ലാസ്സിൽ വരാറില്ല. അവർ വന്നാൽ ഭയങ്കര തമാശയും കളികളും കഥകളും ആയിരിക്കും, ക്രിക്കറ്റിൻ്റെ സ്റ്റോറി. അങ്ങനെയുള്ള സാർമാരോട് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ വരാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കും. അവൻ ഗുണവാനാണ്. എന്തെങ്കിലും പിള്ളേർ തല്ലിപ്പൊളി ഉണ്ടായാൽ നമ്മളെ സഹായിക്കാൻ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ ഈ സാറ് വരും. ഈ സാറിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. അതാണ് ഗുണവാൻ. ഗുണവാന് വേണ്ടി മരിക്കാൻ വല്ലവരൊക്കെ കാണും. പക്ഷേ നീതിമാനെ ആരും തിരിഞ്ഞു നോക്കാത്ത കാലത്ത് ദൈവം എന്ത് ചെയ്തു? നീതിമാനുമല്ല, ഗുണവാനുമല്ല, ഗുണവുമില്ല, നന്മയുമില്ല, ബലവുമില്ല. ബലഹീനരായിരിക്കും നമുക്ക് വേണ്ടി മരിച്ചു, പാപികളായിരിക്കും നമുക്ക് വേണ്ടി മരിച്ചു, ശത്രുക്കളായിരിക്കും നമുക്ക് വേണ്ടി മരിച്ചു. 10-ാം വാക്യം വായിച്ചേ, അത് പറഞ്ഞ് നമ്മളത് അവസാനിപ്പിക്കാൻ പോവാം. ശത്രുക്കളായിരിക്കുമ്പോൾ തൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നമുക്ക് നിരപ്പ് വന്നുവെങ്കിൽ, ഇപ്പം നിരപ്പ് വന്നു, ഇപ്പം നമ്മളെല്ലാവരും നിരന്നോ? ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പം നമ്മൾ മക്കളാണ്. അപ്പം ശത്രുവിനെ ഇത്രയേ സ്നേഹിക്കുന്നൊരു ദൈവമാണെങ്കിൽ മക്കളെ എങ്ങനെയായിരിക്കും സ്നേഹിക്കുന്നത്? ശത്രുക്കളായിരിക്കുമ്പോൾ അവനവൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി മരിക്കാൻ വിട്ടെങ്കിൽ, മക്കളായ ശേഷം നമ്മൾ എത്ര അധികമായി നമ്മൾ രക്ഷിക്കപ്പെടും. ഇതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അതായത് മക്കളുടെ പ്രത്യാശയാണത്. എൻ്റെ അപ്പൻ എന്നെ കൈവിടാത്തൊരു ദൈവമുണ്ട്. സ്വർഗത്തിൽ അവനിരിക്കുന്ന സ്ഥലത്ത് ഞാൻ എത്തുവോളം, അവൻ്റെ തേജസ് പ്രാപിക്കുവോളം, ക്രിസ്തുവിനെ പോലെ ഞാൻ ആകുവോളം എന്നെ കാത്തു പരിപാലിക്കുന്ന, വീഴാതെ വണ്ണം. അതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം അവസാനിക്കുന്ന എവിടെയെന്നറിയോ? വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച്. യൂദായുടെ അവസാനത്തെ വാക്യം, 2 വാക്യങ്ങൾ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ, കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്നവന്. അല്ലേ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുൻപും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. അപ്പം രക്ഷയുടെ, നമ്മൾ വീഴാതെ നിന്നതിൻ്റെ, നമ്മളവിടെ ചെന്നതിൻ്റെ മഹത്വം, മഹിമ, ബലം. ആരുടെ ബലമായിരുന്നു? ദൈവത്തിൻ്റെ ബലമായിരുന്നു. അധികാരം. അപ്പം നമ്മൾ അവസാനം ചെന്നിട്ട് പറയുന്ന ദൈവത്തോട്, ദൈവമേ സകല മഹത്വം നിൻ്റേതാണ്. രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ്. കുഞ്ഞാട് വാഴ്ത്തപ്പെട്ടവൻ. ഈ രക്ഷയുടെ ആ വലിയ മുഴക്കമാണ് നമ്മൾ നിത്യതയിൽ കേൾക്കാൻ പോകുന്നത്. അല്ലാതെ എൻ്റെ കൂടെയാണ് കേട്ടോ, ഞാനും ആനച്ചേട്ടനോടെ കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് ആ വഴി ഒരു മനുഷ്യൻ പോലും കാണുന്നില്ല. Everyone will kneel down and worship the Lord and say the Lamb is worthy to receive honor and praise. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവം അനുവദിച്ചാൽ വീണ്ടും കാണാം.